ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോട് കൂടെ അതിഥികളായി പാസ്റ്റർ KS ജേക്കബും അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസമ്മ ജേക്കബുമുണ്ട്. KS ജേക്കബ് കൊല്ലകടവ് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസമ്മ കുമ്പനാട് എലീം IPC സഭാംഗമാണ്, ആര്യപ്പള്ളിയിൽ കുടുംബാംഗമാണ്. ഇവരുടെ പ്രത്യേകത, ഇവർ കഴിഞ്ഞ 50 വർഷമായി, പ്രത്യേകിച്ച് പാസ്റ്റർ KS ജേക്കബ് കഴിഞ്ഞ 50 വർഷമായി അലൈനിൽ താമസിക്കുന്നു. UAE അലൈനിൽ താമസിക്കുന്നു. ഇന്ന് അലൈനിലുള്ള ഏറ്റവും കൂടുതൽ കാലം അലൈനിൽ താമസിച്ച മലയാളി കൂടിയാണ് അദ്ദേഹം. ആ നിലയിൽ കൂടെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നമുക്ക് എടുത്തു പറയുവാനുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം അലൈനിൽ ചെന്ന കാലം മുതൽ ഒരു സുവിശേഷകനായി താൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു പെന്തക്കോസ്ത് വിശ്വാസി ആകുന്നതിന് മുൻപ് തന്നെ ഒരു സുവിശേഷകൻ്റെ പ്രവർത്തികൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരികയും സ്നാനപ്പെടുകയും തുടർന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് സഭാപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ഇന്ന് അലൈനിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയുണ്ട്, അദ്ദേഹം സ്ഥാപിച്ച സഭയുണ്ട്. ഇപ്പോഴും ആ സഭയുടെ ശുശ്രൂഷകനായി തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷവും ആ ശുശ്രൂഷ അദ്ദേഹം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ കേൾക്കാം. അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തെ ദൈവം നടത്തിയ വിധങ്ങൾ, അദ്ദേഹത്തിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ, കടന്നു വന്ന വഴിത്താരകളിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ സുവിശേഷവുമായി ബന്ധപ്പെട്ട് ദീർഘകാലം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് അനുഗ്രഹമായിരിക്കും. സ്വാഗതം ചെയ്യാം പാസ്റ്റർ KS ജേക്കബ്. റോസമ്മ കർത്താവ് അനുഗ്രഹിക്കട്ടെ. 50 വർഷം അലൈനിൽ. ഓക്കെ, അന്നത്തെ അലൈനെ കുറിച്ച് ആദ്യം പറ. അന്നത്തെ അലൈൻ എന്ന് പറഞ്ഞാൽ ഡെസേർട്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡെസേർട്ടായിരുന്നു. സിറ്റിയിലാകെ കൂടെ 2 നിലയുള്ളതായിട്ടുള്ള കുറച്ച് വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ ഇന്ന് കാണുന്ന പോലുള്ളതായ അലൈൻ സിറ്റിയെ പോലെ അല്ലായിരുന്നു. അന്ന് നാരോ റോഡുകൾ ഒക്കെ ആയിരുന്നു നമ്മുടെ ഇവിടെ. അലൈൻ ദുബൈ റോഡിലേക്കൊക്കെ റോഡെന്ന് പറയുന്നത് വെറും 2 പാതയിലുള്ളതായ ഒരു റോഡായിരുന്നു. ഒരു വഴി അങ്ങോട്ട് പോവുക, ഒരു വഴി ഇങ്ങോട്ട് വരിക എന്നതാണ്. തന്നെയല്ല, ഒരു കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം മണൽ കയറി അങ്ങ് നിറയും. പിന്നെ മണൽക്കാറ്റ് കയറും. മുനിസിപ്പാലിറ്റി വന്നിട്ട് വീണ്ടും അത് മണ്ണ് മാറ്റിയെങ്കിൽ മാത്രമേ വാഹനങ്ങൾ പോകത്തുള്ളായിരുന്നു. അന്ന് അവിടെ ധാരാളം ജനങ്ങളുണ്ടായിരുന്നോ അതോ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പ്രത്യേക അവിടെ വന്ന് ഈ അലൈൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് സെൻ്റർ അല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഗവൺമെൻറ് എംപ്ലോയീസും അവിടുത്തെ പിന്നീട് ചെറിയതായിട്ടുള്ള കമ്പനികളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ മാത്രമായിട്ട് ഉണ്ടായിരുന്നു. അത്രേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഒരു വലിയൊരു സിറ്റി ആയിട്ട് തീർന്നിരിക്കുകയാണ്. അലൈൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കണ്ണ്, അല്ലെങ്കിൽ നീരുറവ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അലൈൻ എന്ന് പറയുന്നത് UAE കണ്ണ് അല്ലെങ്കിൽ UAE നീരുറവ എന്നുള്ള നിലയിലാണ് അതിൻ്റെ പേര് തന്നെ വന്നിട്ടുള്ളത്. അത് അവിടെ ഒരു ഓയസിസ് എന്ന് പറയുന്ന ഒരു വലിയൊരു തോട്ടമുണ്ട്. ഒരു വലിയൊരു പനയുടെ തോട്ടമുണ്ട്. അത് തന്നെ നാച്ചുറലായിട്ടുള്ള ഡ്രെയിനേജ് അവിടെ നടക്കുന്നത്. എവിടുന്ന് ആ വെള്ളം വരുന്നത് തന്നെ നമുക്കറിയത്തില്ല. ഭൂമിക്കടിയും കൂടെ അന്നത്തെ കാലത്തൊരു വെള്ളത്തിൻ്റെ ലൈന് ഭൂമിക്കടിയിൽ കൂടെ വരുന്നുണ്ട്. അത് ഓരോ തർക്കമായിട്ട് തോട്ടമുണ്ട്. അതിലേക്ക് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് ആണ് അവരുടെ ആ ടൈം അനുസരിച്ച് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്നത്. ആ തോട്ടം തന്നെ 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതായിട്ടുള്ള തോട്ടങ്ങൾ തന്നെ. അങ്ങനെ അതുകൊണ്ടാണ് അതിന് അലൈൻ എന്നുള്ളതൊരു പേര് വരാൻ തന്നെ കാരണം. അത് തന്നെ അല്ല, അവിടെ വെള്ളത്തിൻ്റേതായിട്ടുള്ള നല്ല മറ്റൊരു തൊടുത്തോട്ട് കുഴിച്ചാലും ഉപ്പ് വെള്ളമാണ്. എന്നാൽ അലൈനിൽ ചില ഏരിയകളിലൊക്കെ നല്ല വെള്ളം, സ്വീറ്റ് വാട്ടർ. അതുകൊണ്ടാണ് അലൈൻ എന്നുള്ളത്. UAE കണ്ണായ സ്ഥലം ആണ് അലൈൻ എന്ന് പറയുന്നത്. തന്നെയല്ല, റൂളേഴ്സ് മിക്കതും അവിടെ, അതായത് അബുദാബിയിലെ റൂളേഴ്സ് മിക്കതും അലൈനിലാണ് അവിടെ ജനിച്ചത്. ഇപ്പോഴത്തെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ നഹിയാനും ഒക്കെ അവിടെ തന്നെ ജനിച്ചത്. അലൈനിലാണ് ജനിച്ചത്. അവിടെ
ഒരു മിഷൻ ഹോസ്പിറ്റലുണ്ട്. ആ മിഷൻ ഹോസ്പിറ്റലിലാണ് ജനിച്ചത്. ഈ മിഷൻ ഹോസ്പിറ്റൽ ആര് സ്ഥാപിച്ചത്? അമേരിക്കൻ മിഷണറിമാർ തുടങ്ങിയതാണ്. മിഷണർമാരോ? അവിടെ തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി? 65 വർഷമായി ആ മിഷൻ ഹോസ്പിറ്റൽ തുടങ്ങി. ഈ സത്യത്തിൽ ഈ മിഷൻ ഹോസ്പിറ്റലിലേക്കാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ അവിടെ ഈ മലയാളികളൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു നേഴ്സുമാരായിട്ട് മലയാളികളുണ്ടായിരുന്നു, പിന്നെ പാകിസ്ഥാനിലുണ്ടായിരുന്നു. ക്രിസ്ത്യൻസ് മാത്രമായിട്ട് രക്ഷിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടം. അതൊരു ബാപ്റ്റിസ്റ്റ് മിഷൻ്റെ ഒരു ഹോസ്പിറ്റലായിരുന്നു. അത് തുടങ്ങാൻ കാരണം അന്ന് ഈ ഈ അവിടെ ഉള്ളതായിട്ടുള്ള ഈ മെറ്റേണിറ്റിയിൽ ജനന സമയത്ത് കുട്ടികൾ മരിച്ചു പോകുന്നു. അതിനുവേണ്ടി ആ റൂളേഴ്സ് പിന്നെ ബഹാറിലുള്ള കിങ്ങിനോട് പറഞ്ഞ് ഞങ്ങൾക്കൊരു ഹോസ്പിറ്റൽ വേണം എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് ഒരു മിഷൻ ഹോസ്പിറ്റൽ അവിടെ സ്ഥാപിക്കാം. അപ്പോൾ ആ മിഷണറിമാർ പറഞ്ഞ രണ്ടേ ഒരു കാര്യമുള്ളൂ, ഞങ്ങൾക്ക് അവിടെ വന്നാൽ പക്ഷേ ഞങ്ങൾക്ക് ആരാധിക്കാനുള്ള അവസരം തരണം. അപ്പം റൂളേഴ്സ് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ആരാധിച്ച കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളുടെ ആൾക്കാരോട് പറയരുത്, ശിക്ഷയോട് പറയരുത് എന്നുള്ള നിലയിലായിരുന്നു അവിടെ തുടങ്ങി. അങ്ങനെ അവർ അവിടെ മറിയ കെന്നഡി എന്ന് പറയുന്നതും പാറ്റ് കെന്നഡി എന്ന് പറയുന്ന നാട്ടിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഡോക്ടേഴ്സ് അമേരിക്കയിൽ നിന്ന്, അതായത് അവർ അമേരിക്കയിൽ നിന്ന് വന്നു അവിടെ ഹോസ്പിറ്റൽ തുടങ്ങിയായിരുന്നു. അത് ആദ്യകാലത്ത് അവർ ഒത്തിരി കഷ്ടപ്പെട്ടു. അന്നത്തെ കാലത്ത് ഇലക്ട്രിസിറ്റി ഒന്നുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടതായിട്ടുള്ളത്. അതായത് ഡെസേർട്ടിൻ്റെ അകത്ത് വളരെ ഒത്തിരി കഷ്ടപ്പെട്ടവരുത് ത്യാഗപൂർണമായിട്ട് അവർ വന്ന് ചെയ്തു തന്നു. അപ്പോൾ അവിടെ ഒരു ഞാൻ UAE ചെല്ലുന്നത് 1981-ലാണ്. 81 ഞാൻ അബുദാബിയിലാണ് ആക്ച്വലി ചെല്ലുന്നത്. അന്നെൻ്റെ പിതാവ് അവിടെ ഉണ്ട്, അബുദാബിയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ കസിൻസ് എല്ലാവരും ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ 81 ഞാൻ മാർച്ച് മാസത്തിൽ അബുദാബി ചെന്ന് കഴിഞ്ഞ് ചുരുക്കം ചില കാലയളവുകൾക്ക് ശേഷം വിവാഹത്തിനുള്ളതായ പ്രിപ്പറേഷൻസ് പപ്പ തുടങ്ങി. പപ്പായ്ക്ക് നിർബന്ധമായിരുന്നു പെട്ടെന്ന് വിവാഹം കഴിക്കണമെന്നുള്ള, കഴിച്ചു വിടണമെന്നുള്ള. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് വിവാഹാലോചന വന്നു. അങ്ങനെ വിവാഹം നടന്നതിന് ശേഷം ഞാൻ അബുദാബിയിലും ഹസ്ബൻഡ് അലൈനിലുമായിരുന്നു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, രണ്ടുപേരും പ്രാർത്ഥിച്ചു, കർത്താവേ വെഡിങ് ആനിവേഴ്സറി, ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആകുന്നതിന് മുമ്പ് തന്നെ ഒന്നിച്ചൊരിടത്തായിരിക്കാൻ ദൈവയുടെ ആക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പെട്ടെന്ന് അലൈനിൽ ഇങ്ങനൊരു അലൈനിലൊരു ക്ലിനിക്കിലാണ് ഞാൻ ആദ്യം വന്നു ചേരുന്നത്. ഒരു അൽനൂർ ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിൽ വേക്കൻസി ഉണ്ടെന്ന് ആരോ ഹസ്ബൻഡിനോട് വന്ന് പറഞ്ഞു. അങ്ങനെ ആണ് എന്നെ അവിടെ ഇൻ്റർവ്യൂ ചെയ്ത് അവരവിടെ എടുത്തു. ആ ക്ലിനിക്കിൽ ഞാൻ 5 വർഷം ജോലി ചെയ്തതിന് ശേഷം 1987-ലാണ് ഞാൻ ഒയാസിസ് ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഈ കെന്നഡി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഈ മിഷൻ ഹോസ്പിറ്റലിൽ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഞാൻ 2017 വരെ അവിടെ ജോലിയിലായിരുന്നു, 1987 മുതൽ. അത് കഴിഞ്ഞ് ജോലിയിൽ നിന്ന് റിട്ടയർമെൻ്റ് ആയതിനു ശേഷം ഹോസ്പിറ്റലിൽ ഞാനിപ്പോഴും വോളണ്ടറി വർക്കായിട്ട് അവിടുത്തെ മിഷൻ ഫീൽഡിൽ, അവിടെ ക്രിസ്ത്യൻ ഹോസ്പിറ്റലായതുകൊണ്ട് ചാപ്ലൻസി പ്രോഗ്രാം സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവരെന്നോട് തന്നെ ഇങ്ങോട്ട് തന്നെ ചോദിച്ചു, ചാപ്പലിലോട്ട് കുറച്ച് കാലം വോളണ്ടറി ആയിട്ട് നിൽക്കാമോ? സന്തോഷം എന്ന് പറഞ്ഞു. അങ്ങനെ ചാപ്ലൻസിയിൽ ഇപ്പോഴും ഞാൻ വോളണ്ടറി ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ വിവാഹം പ്രത്യേകതയുള്ളതാണ്. അതെ, ആണ് അല്ലേ? അതായത് പിന്നെ സാധാരണ ഇപ്പോഴാണെങ്കിൽ പോലും മലയാളികളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹം അവർ നാട്ടിൽ വന്നാണ് സാധാരണ നടക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വിവാഹം അബുദാബി വെച്ച് നടന്നു. അതും അത്രയോ വർഷം 1981. അപ്പോൾ 81 നിങ്ങളുടെ വിവാഹം അബുദാബിയിൽ വെച്ച് നടന്നു എന്ന് പറയുമ്പോൾ സാധാരണ സംഭവിക്കാത്തൊരു കാര്യം. എനിക്ക് തോന്നുന്നത് അബുദാബിയിൽ നടക്കുന്ന മലയാളികളുടെ ആദ്യത്തെ വിവാഹമാണോ? പെന്തക്കോസ്തിലോ ആദ്യത്തെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ ആരുടെ അറിയത്തില്ല. നമുക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾ അബുദാബിയിലോ ദുബൈയിലോ എങ്ങാനും വിവാഹിതരായവരാണെങ്കിൽ, ഇവരെക്കാൾ മുന്നമേ വിവാഹിതരായവരാണെങ്കിൽ ദയവായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ 2 കസിൻസിന്റെ വിവാഹം ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് അബുദാബി വെച്ച് നടന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അത് പറയാനൊക്കത്തില്ല. അത് പാസ്റ്റർ, ഒരാളുടെ കല്യാണം പാസ്റ്റർ PM ഫിലിപ്പ് വന്നാണ് നടത്തിയത്. ഒരാളുടെ ആരാ ഞാൻ ഓർക്കുന്നില്ല. നിങ്ങളുടെ കല്യാണം ആരാ നടത്തിയത്? പാസ്റ്റർ
MC ചാക്കോച്ചാൻ എന്ന് പറയുന്നത് പോലീസ് ചാക്കോച്ചാൻ ഓക്കെ. ആണ് അദ്ദേഹം നടത്തുന്ന ആദ്യത്തെ വിവാഹ ശുശ്രൂഷയാണ് പോലീസ് ചാക്കോച്ചാനെ ഒക്കെ സത്യത്തിൽ നമുക്ക് മിസ് ചെയ്തു. കാരണം അബുദാബിയിലെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചരിത്രമൊക്കെ നോക്കുമ്പോൾ പോലീസ് ചാക്കോച്ചാന്റെ ഒരു എന്തൊരു വലിയ സംഭാവന നൽകിയല്ലേ ദീർഘകാലം. അത് പിന്നീട് അദ്ദേഹം നാട്ടിൽ വന്ന് കുറച്ചു കാലം ഒരു വിശ്രമ ജീവിതം വിശ്രമിക്കാതെ പക്ഷെ വളരെ പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അന്ത്യം. കുറെ കാലം കൂടെ ഒക്കെ ജീവിച്ചിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരാളാണ്. എനിവേ, പോലീസ് ചാക്കോച്ചാനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. പ്രത്യേകിച്ച് നിങ്ങള് മോൻ നമ്മുടെ ചർച്ചയിലുണ്ടല്ലോ. ഉണ്ട് എന്റെ മോൻ നമ്മുടെ സ്നേഹിതനാണ്. കണ്ടായിരുന്നു. നമ്മളിപ്പം അലൈൻ തുടങ്ങി വിവാഹം വരെ എത്തി. പക്ഷെ അതിന് മുമ്പുള്ള കാര്യം ഒന്ന് പറഞ്ഞേ. ഈ അച്ഛൻ കൊല്ലകടവിലെ വീട്ടുപേരെന്തുവാ? എന്റെ വീട് കുറ്റിപ്പറമ്പിൽ. ശരിക്കും നിങ്ങൾ മർത്തോമാ സഭയിൽ ജനിച്ചു വളർന്നു. ഞങ്ങളുടെ 7 മക്കളാണ്. 7 മക്കളാണ്. അതില് എന്റെ മൂത്തൊരു പെങ്ങളുണ്ട്. അവിടെ വിവാഹം കഴിപ്പിച്ചത് പെന്റക്കോസ്റ്റിലാണ്. പക്ഷെ അവള് മലബാറില്ല. മലബാർ നിലമ്പൂരില്ല. അവിടെ എനിക്ക് ശരിക്കും പറഞ്ഞ സ്ഥലമാണ് പറയാനിരിക്കുന്നത്. എടക്കര. എനിക്കും നിലമ്പൂരുമായിട്ട് ഇപ്പൊ സത്യത്തില് 30 വർഷമായിട്ട് എനിക്ക് നിലമ്പൂരുമായിട്ടൊരു ബന്ധമില്ല. വല്ലപ്പോഴും വല്ല കല്യാണോ ശവടക്കോ ഒക്കെ ആയിട്ട് പോകുന്നുള്ളതല്ലാതെ നിലമ്പൂർ വിട്ടിട്ട് 30 വർഷമായി. എടക്കര വിവാഹം കഴിപ്പിച്ചത് പാലുണ്ടി. അപ്പുറം എനിക്കറിയത്തില്ല അങ്ങനെയുള്ള സ്ഥലത്തേതാണ്. അവർ TPM-ലായിരുന്നു അവിടെയൊക്കെ വിവാഹം കഴിപ്പിച്ചത്. പിന്നെ ഞാൻ ആ വീട്ടിലെ മൂത്ത മോനാണ്. എൻ്റെ ഫാദർ ഒരു ചെറിയൊരു ബിസിനസ്സുകാരനായിരുന്നു. ആ ബിസിനസ്സെല്ലാം പൂട്ടി. അപ്പോൾ അന്നത്തെ കാലത്ത് കുറച്ച് ഭൂസ്വത്തുണ്ടായിരുന്നു, സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ പുള്ളി എഴുതി വിറ്റ് പുള്ളി സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളായിരുന്നുകൊണ്ട് നിഷ്കളങ്കനായ ഒരു മനുഷ്യനായതുകൊണ്ട് എല്ലാം കൂട്ടുകാർ കളിപ്പിച്ചെങ്കിലും പുള്ളിയെല്ലാം എഴുതി വിറ്റ് കടം വീട്ടി. ഒടുവിൽ ഞങ്ങൾക്കൊരു 40 സെൻറ്റ് സ്ഥലവും എല്ലാം കൂടെ ഒരു 55 സെൻറ്റ് സ്ഥലം മാത്രം ഞാൻ ശേഷിച്ചു. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു ആങ്ങളെ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആന്ധ്ര സ്പെഷ്യൽ പോലീസിൽ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അദ്ദേഹം വല്ലപ്പോഴും എല്ലാം മിക്കവാറും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് പൈസ അയച്ചു തരുമായിരുന്നു. അപ്പോഴെൻ്റെ ഫാദറിന് സ്ട്രോക്ക് ഉണ്ടായി. അങ്ങനെ ഒരു കിടപ്പായിപ്പോയി. പിന്നെ ദൈവം അത്ഭുതകരമായ നിലയിൽ അമ്മയുടെ പ്രാർത്ഥന മുഖാന്തരമായിട്ട് മർത്തോമലാണേലും പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നേടുന്നതായിരുന്നു എൻ്റെ അമ്മ. കുടുംബത്തിൽ തന്നെയായിരുന്നു, വളരെ ഭക്തിയുള്ള കുടുംബം. അങ്ങനെ ദൈവം വീണ്ടും എൻ്റെ ഫാദറിനെ എഴുന്നേൽപ്പിച്ചു. എനിക്ക് ഞാൻ രക്ഷിക്കപ്പെട്ട കാലം ഞാൻ പറയാമല്ലോ. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് ഞാൻ രക്ഷിക്കപ്പെടുന്നത്. മർത്തോമയിൽ ഒരു യുവജന സഖ്യത്തിൽ വെച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. മീറ്റിംഗ് വെച്ചിട്ട് അന്ന് അച്ഛനെടുത്ത വിഷയം നശിച്ചുകൊണ്ടിരിക്കുന്ന യുവതലമുറയിൽ ക്രിസ്ത്യ യുവാക്കന്മാർക്കുള്ള സ്ഥാനം എന്നുള്ള വിഷയത്തെപ്പറ്റി സംസാരിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ വളരെ പ്രേരിപ്പിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം തന്നു. അന്ന് ഞാൻ തീരുമാനമെടുത്തു. കർത്താവിൻ്റെ വലിയ കൃപയാൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ഒരു കർത്താവിൻ്റെ വേലക്കാരനാകാനും കർത്താവ് അന്ന് ഞാൻ എടുത്ത തീരുമാനം. കർത്താവ് 19ാമത്തെ വയസ്സ് രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒരു കർത്താവിൻ്റെ വേലക്കാരനായി തീരാനായിട്ട് ഞാൻ ദൈവത്തോട് തീരുമാനിച്ചു. കാരണം അന്നത്തെ കേട്ട മെസ്സേജ് നശിച്ചുകൊണ്ടിരിക്കുന്ന യുവാ തലമുറയിൽ ക്രിസ്ത്യ യുവാക്കന്മാരുടെ സ്ഥാനം ഒന്നും ഒരു ഇതുമില്ലായിരുന്നു. എനിക്ക് പിന്നീട് സുശേഷ വേലയ്ക്ക് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ കാലത്ത് അതിനുള്ളതായിട്ടുള്ള ഡിഗ്രി ഒന്നും എനിക്കില്ലാഞ്ഞതുകൊണ്ട് ഞാൻ കർത്താവ് തരുന്ന വേലയ്ക്കൊത്തോണ്ട് കൃപയ്ക്കൊത്തോണം കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. എനിക്ക് കർത്താവ് അവിടെ സൺഡേ സ്കൂൾ അധ്യാപകനായിട്ടൊക്കെ ആ ഇടപെട്ട് പ്രവർത്തിക്കാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം എൻ്റെ അച്ഛൻ അന്നേരം പറഞ്ഞു നിന്നെ തിരുവല്ല വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചപ്പോൾ എൻ്റെ ഫാദർ പറഞ്ഞൊരു കാര്യമാണ്, അവൻ സുവിശേഷ വേലയ്ക്ക് പോയാൽ വീട്ടുകാരും ആരും നോക്കും, മൂത്ത ആളല്ലേ. അപ്പം ഞാൻ പ്രത്യേകിച്ച് ഫാദറിന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് രണ്ടാമത് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അന്ന് ഞാൻ ദൈവത്തോടൊരു തീരുമാനിച്ചു, കർത്താവ് എവിടെ ആക്കിയാലും ഞാൻ നിൻ്റെ വേല ഞാൻ ചെയ്തോളാം, ജോലിയുള്ള ബന്ധത്തിൽ ചെയ്യാം. കർത്താവ് എനിക്ക് 1970 ഞാൻ
വടക്കേന്ത്യയിൽ പോകാനായിട്ട് ഇടയായി തീർന്നു. മഹാരാഷ്ട്ര രത്നഗിരി എന്ന് പറയുന്ന സ്ഥലത്ത്, രത്നഗിരിയിൽ നല്ല മാമ്പഴം കിട്ടുന്ന അവിടെ അലോറ എന്ന് പറയുന്ന സ്ഥലത്ത്, ചിപ്ലൂൺ അലോറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വർക്ക് നടക്കുന്നത്. അവിടെ ഏഷ്യയിലെ ഒന്നാമത്തെ അണ്ടർഗ്രൗണ്ട് പവർ ഹൗസ് അവിടെ അതായത് അലൈനിൽ, ചിപ്ലൂൺ അലൈനിൽ ആണ് ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ സെക്കൻഡ് സ്റ്റേജ് വർക്ക് നടക്കുക, അണ്ടർഗ്രൗണ്ട് പവർ ഹൗസിൻ്റെ സെക്കൻഡ് സ്റ്റേജ് വർക്ക് നടക്കുക. അവിടെ അനേകം ഭാഷക്കാരുണ്ട്, കന്നഡക്കാർ, തമിഴർ, മറ്റു പല അവിടെ ആ നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം മറാഠികളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എവരിയും ക്രൂസൈഡിൽ നിന്ന് ട്രാക്സുകൾ വരുത്തി അവിടെ ട്രാക്സ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുകയും കാണുന്നവരോടൊക്കെ മലയാളികളോട് പേഴ്സണലായിട്ടുള്ള സുവിശേഷം പറയുകയും ചെയ്യും. അയക്കുമ്പോഴത്തെ കാര്യം നല്ല മർത്തോമ നിൽക്കുമ്പോഴേ അങ്ങനെ അവിടെ എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ, ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന റൂമിൽ ഒരു പ്രാർത്ഥനയൊക്കെ തുടങ്ങി അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എന്നെ ഗൾഫിൽ എവിടെയെങ്കിലുമൊക്കെ അയക്കണം. ഇന്ത്യയിലെ പൈസ കൊണ്ട് കാര്യങ്ങളൊന്നും നടക്കണമല്ലോ, എന്നെ ഗൾഫിൽ എവിടെയെങ്കിലുമൊക്കെ അയക്കണം. പക്ഷേ ഒരു കാര്യം, എവിടെ പോയാലും നിൻ്റെ വേല ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരു പൈസ ഞാൻ ഒരു ഏജൻറ്റും കൊടുക്കത്തില്ല, വിസയ്ക്കും കൊടുക്കത്തില്ല. നീ എന്നെ അയച്ചതെന്ന് എനിക്ക് പറയണം, അതുകൊണ്ട് നീ എനിക്ക് അതിന് വഴി ഒരുക്കി തരണമെന്ന് പറഞ്ഞു. വിശ്വാസം ദൈവം എൻ്റെ ഒരു വാഗ്ദത്തം എനിക്ക് തന്നു. ഉൽപ്പത്തി പുസ്തകം 22 പറയുന്ന അബ്രഹാം ഇസാഖിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ല ഇസാഖ് അബ്രഹാമിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അപ്പ കത്തിയുണ്ട്, വിറകുണ്ട്, ഹോമയാഗത്തിനുള്ള വിറകട്, മോനെ ഹോവ കരുതി. ഈ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? ആട്ടുകുട്ടി എവിടെ? അത് ഓക്കെ, ഹോമയാഗത്തിനുള്ള ആട്ടുകുട്ടി എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് മോനെ ദൈവം കരുതിക്കൊള്ളു, ദൈവം തൻ്റെ ഹോമയാഗത്തിൻ്റെ ആട്ടുകുട്ടിയെ കരുതും. ഇത് തന്നെ വാഗ്ദത്തമായിട്ട് ഞാൻ കുറിക്കൊണ്ടുകൊണ്ട് ഞാൻ വിശ്വാസത്താൽ ഒരു പാസ്പോർട്ട് എടുത്ത് ദൈവസേനയെ കാത്തിരുന്നു. എൻ്റെ സ്നേഹിതരെല്ലാം പറഞ്ഞിടാ, അന്നത്തെ കാലത്ത് ഗൾഫിൻ്റെ ഒഴുക്ക് തുടങ്ങിയിട്ടില്ല പറഞ്ഞു. 71 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, എന്നെ ഗൾഫിൽ വിടണമല്ലോ എന്ന് പറഞ്ഞൊരു വിശ്വാസം ഞാനൊരു പാസ്പോർട്ട് എടുത്തു. അത് 73 അല്ല, ഇത് പറയുമ്പോഴാണ് നമ്മൾ ഈ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശ്വാസത്തിന്റെ ഒരു സ്റ്റെപ്പ് വെക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പം ഈ ഗൾഫിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം. അതാണ് വിശ്വാസം ഞാൻ പാസ്പോർട്ട് എടുത്തു എന്ന് പറയാം. വിശ്വാസം ഞാൻ പാസ്പോർട്ട് എടുത്തു. എനിക്ക് ആരും ബന്ധുക്കളില്ല, എൻ്റെ ചർച്ചക്കാരും അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ മസ്കറ്റിലേക്ക് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അദ്ദേഹം എൻ്റെ അടുക്ക പറഞ്ഞു, ഞാൻ രാജു, എന്നെ വീട്ടിൽ രാജു എന്ന് വിളിക്കും, രാജു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാവും. എത്ര പേര് ഇതുപോലെ പറയുന്നത്? പക്ഷേ എങ്കിലും ഞാൻ വിശ്വാസത്താൽ ദൈവസനെ കാത്തിരുന്നു. അവനെ കാത്തിരുന്നില്ല, ദൈവത്തെ മാത്രമേ കാത്തിരുന്നു. സ്വർഗത്തിലെ ദൈവം അത്ഭുതമെന്ന് പറയട്ടെ, അവനവിടെ ചെന്നിട്ട് ഒരു വെസ്റ്റ് ജർമ്മൻ കമ്പനിയിൽ, ലോകത്തിലേക്ക് 7ാമത്തെ വലിപ്പത്തിൽ 7ാമത്തെ വെസ്റ്റ് ജർമ്മൻ കമ്പനിയാണ്. ഇതൊക്കെ വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ആ കമ്പനിയിലിരിക്കുക അദ്ദേഹം എനിക്ക് വേണ്ടി എൻ്റെ ബയോഡാറ്റ കൊടുത്തു. സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതുകൊണ്ട് അതാരും തടഞ്ഞില്ല. അവിടെ പത്തനംതിട്ടക്കാരായിട്ടുള്ള ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവരെല്ലാം ഇത് വിസ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക, വിസ കച്ചവടത്തിന്. പക്ഷേ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. അവരുടെ കണ്ണെല്ലാം കുരുടാക്കി എൻ്റെ വിസയും എഗ്രിമെൻറ്റും എല്ലാം കൂടെ സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി ബോംബെയിലേക്ക് അയച്ചു തന്നു. അതിൻ്റെ മുമ്പിൽ ഒത്തിരി അത്ഭുതങ്ങളുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. സ്വർഗത്തിലെ ദൈവം അങ്ങനെ 1975 ഓഗസ്റ്റ് മാസം 27 ബോംബെയിൽ നിന്നും ഞാൻ ഡുംറ എന്ന് പറയുന്ന ഷിപ്പാണെന്ന് തോന്നുന്നു, മുഗൾ ലൈൻസിൻ്റെ, അതിൽ ഞാൻ കയറി മദ്രാസ് സീ പോർട്ടിൽ 30-ാം തീയതി, ഓഗസ്റ്റ് 30-ാം മദ്രാസ് സീ പോർട്ടിൽ ഇറങ്ങി. അന്ന് എയർപോർട്ടിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ. സീബ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇല്ല. എയർപോർട്ടിൻ്റെ വർക്ക് അവിടെ നടക്കുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ മസ്കറ്റിൽ വന്നു. അവരെന്നെ നേരെ
അലൈനിലോട്ട് വിടാം. ഈ മസ്കറ്റ് അലൈനും പിന്നെ അലൈൻ UAE അല്ല UAE അവർ അലൈനും പിന്നെ ഒമാനും തമ്മിൽ, അതായത് അതിനോട് ചേർന്ന് നിൽക്കുന്ന സോഹാറും തമ്മിൽ യോജിപ്പിക്കുന്ന റോഡിന്റെ വർക്കിന് വേണ്ടിയാണ് ഞങ്ങളുടെ ഈ കമ്പനി അവർക്ക് പ്രവർത്തിക്കുന്നത്. അവർക്ക് ആ വർക്ക് കിട്ടി. അങ്ങനെ ആ വർക്കിന് വേണ്ടിയാണ് ഞങ്ങളെ വിട്ടത്. ആ വർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ബുറേബി വരാനായിട്ട്, അതായത് അലൈന് വരാനായിട്ട് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒമാൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിന് പാസ് ചെയ്യാൻ ഞങ്ങൾക്കൊരു പാസ് തരും ഓരോ വർഷത്തെയും കമ്പനി. കാരണം ഈ റോഡിന്റെ വർക്ക് അതിൽ കൂടെ നടക്കുന്നത് പോകേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പാസ് തരും. അപ്പം ഈ പാസ് കൊണ്ട് ഞങ്ങൾക്ക് അന്നേരം യാത്ര ചെയ്യാം. അപ്പം ഈ ബുറേമി എന്ന് പറയുന്നത് അലൈൻ്റെ ഓട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്റർ അപ്പുറത്താണ്. എന്നാൽ അത് പാസ് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ബുറേമി വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം. UAE അവരോട് ചെക്കിങ് ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഞാൻ അലൈന് വരുന്നു. ആ കമ്പനിയിൽ എത്ര വർഷം ജോലി ചെയ്തു? 13 വർഷം ജോലി. 13 വർഷം ജോലി ചെയ്തു. പിന്നീട് ഞാൻ മുനിസിപ്പാലിറ്റിയിലായിരുന്നു പിന്നെ ജോലി ചെയ്തത്. 17 വർഷത്തോളം അലൈൻ മുനിസിപ്പാലിറ്റിയിൽ 17 വർഷത്തോളം ജോലി ചെയ്തു. ഓക്കെ. അപ്പം സുവിശേഷ വേല ചെയ്യണമെന്നുള്ള ആഗ്രഹവും അതിനുള്ളൊരു സമർപ്പണമുണ്ട്. അപ്പോൾ ഒരു ഫുൾ ടൈമർ ആകാതെ ജോലിയോടുകൂടെ ചെയ്യാനായിട്ട് തീരുമാനമെടുക്കുകയും ദൈവം അതിനുള്ള വഴികൾ തുറന്നു. അങ്ങനെ ഈ അലൈനിലെത്തിയിട്ട് ഈ സുവിശേഷ വേല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി? അവിടെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു? അതാണ് പറയാൻ പറ്റുന്നത്. ഞാനിവിടെ വന്നതിന് ശേഷമായിട്ട് കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്നെ ഇവിടെ അയച്ചു, ഇനി എവിടെ നിൻ്റെ വേല ചെയ്യും, എനിക്ക് വഴി കാണിച്ചു തരണം. അപ്പോഴെനിക്ക് ദൈവത്തിൻ്റെ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ, അന്ന് വലിയ ജ്ഞാനമില്ലല്ലോ, ബൈബിളിനെ പറ്റി സംബന്ധം വലിയ ജ്ഞാനമല്ല. ദൈവവചനം വായിക്കുമ്പോഴും 40 എന്നുള്ള ഒരു പ്രൊഫഷണൽ പീരീഡായിട്ട് ദൈവത്തിൻ്റെ വചനം കാണും. മോശ 40 ദിവസം ഉപവസിച്ചു, യേശു 40 ദിവസം ഉപവസിച്ചു, 40 ദിവസം യേശു ഉയർത്തെഴുതിയ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് 40 ഒരു പ്രൊഫഷണൽ പീരീഡായിട്ട് എനിക്കത് മനസ്സിലായി. അപ്പം ഞാൻ ദൈവത്തിന് സന്നിധി ഒരു തീരുമാനമെടുത്ത്, കർത്താവേ, ഞാനൊരു 40 ദിവസം ഉപവസിക്കാൻ പോവാം. ജോലികളുടെ ബന്ധത്തിലാണ്, ഒരു നേരത്തെ ആഹാരം കഴിക്കത്തില്ല. എടുത്ത് അങ്ങനെ ഒരു ചില തീരുമാനങ്ങളുണ്ട്, പല തീരുമാനമെടുത്തത് എല്ലാം ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കേൾവിക്കാർക്ക് ചിരി വരും. അതുകൊണ്ട് ഞാൻ കണ്ടത്, കാരണം പഴയ നിയമത്തിൽ നാസിർവ്വതം എന്നൊരു പദമുണ്ടല്ലോ, താടി വളർത്തുന്നത്, ആ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനം തുടങ്ങി 6ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോഴും മസ്കറ്റിലെ സുൽത്താൻ്റെ കല്യാണം, ആ കല്യാണത്തിന് 6 ദിവസത്തെ അവധി കമ്പനിക്ക്. ഈ 6 ദിവസത്തെ അവധി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കൂടുതൽ സമയം ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഹോസ്പിറ്റൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ബുറേമി ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ പിന്നെ ഒരു ദിവസം അദ്ദേഹത്തെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോയി. അന്ന് റോഡൊന്നുമില്ല. അപ്പോൾ ഒന്ന് പോക്കൊന്നും പലപ്പോൾ വിശദീകരിക്കാൻ ഒത്തിരിയാവും, അതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി എൻ്റെ വണ്ടി ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞാൻ വണ്ടിയുടെ അടിയിൽപ്പെട്ടു പോയി. അടിയിൽപ്പെട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മണ്ടയ്ക്ക് മണ്ണും എല്ലാം കൂടെ വീണങ്ങ് ആകെ എനിക്ക് എൻ്റെ ശ്വാസം മുട്ട് എന്നൊരു അനുഭവത്തിലേക്ക് കടന്നു. എൻ്റെ കൂടെയുള്ള ആൾക്കാർ നിലവിളിച്ചുകൊണ്ട് മണ്ണെല്ലാം മാറ്റി എൻ്റെ തലവെളി വന്നു. അവരെല്ലാം കൂടെ എന്നെ പിടിച്ചു വലിച്ചിറക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ ഒരു പൊട്ടലുണ്ടായി. അപ്പോൾ അന്നത്തെ കാലത്ത് ടെലിഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് വയർലെസ് ചെയ്ത് ഞങ്ങൾ കമ്പനിക്ക് അവിടെ എല്ലാം വയർലെസ് സിസ്റ്റം ഉണ്ടായിരുന്നു. വയർലെസ് ചെയ്ത് കുറേ വണ്ടി വരുത്തി എന്നെ ബുറേമി ഹോസ്പിറ്റലിലേക്ക് വീണ്ടും കൊണ്ടുപോകും. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ദൈവത്തെ വിളിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. അതായത് അവിടുത്തെ നേഴ്സിംഗ് ഇൻചാർജായിട്ട് തങ്കമ്മ ജോഷ എന്ന് പറഞ്ഞ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒരച്ഛൻ്റെ പെങ്ങളാണ്. ആ സഹോദരി പറഞ്ഞു, ദൈവം ഇത്ര വലിയ ആപത്തു നിന്നാണ് വിടുവിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെയും ദൈവത്തെ വിളിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരുടെ ഞാൻ വേദവസം വാങ്ങിച്ച് അവിടെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ നേഴ്സുമാരൊക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ ചെറുപ്പമല്ലേ, എന്നെ കളിയാക്കാൻ തുടങ്ങി. എങ്കിലും അവിടെ കൂടുതൽ മലയാളികളെ ഉള്ളൂ. നേഴ്സസ്മാരാണ്, ഡോക്ടർമാരും മലയാളികളാണ്, നേഴ്സിംഗ് ഇൻചാർജും എല്ലാം മലയാളികളാണ്. അപ്പോൾ അവരെന്നെ കളിയാക്കി കഴിഞ്ഞപ്പോൾ എങ്കിലും ഞാനിതൊന്നും ഇതല്ല കാര്യമാക്കില്ല. ദൈവത്തിൻ്റെ വചനം വായിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെയായിരുന്നു. ഇത് കണ്ട് അവരുടെ ഹൃദയത്തിൽ തന്നെ ഒരു പ്രേരണ ഉണ്ടായിട്ട് തുടങ്ങി. എൻ്റെ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ തലേദിവസം അവർ പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്നൊരു പ്രേയർ നടത്താവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം.
എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഡോക്ടറുടെ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് ഞാൻ ക്യാഷ്വൽ ഡ്രസ്സ് ധരിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ അവരുടെ ഹോസ്റ്റലിൽ പോയി അവരുടെയൊക്കെ ഹോവ എൻ്റെ ഇടയനാകുമെന്ന് പറഞ്ഞ് എൻ്റെ സാക്ഷ്യം പറഞ്ഞു. അവർ പറഞ്ഞു മാസത്തിലൊരിക്കൽ വരാമോ. അങ്ങനെ ഞാൻ മാസത്തിലൊരിക്കൽ പോകാൻ തുടങ്ങി. വീട്ടിൽ നിന്ന് നടക്കാൻ അവിടെ അന്നൊരു 10-17 നേഴ്സസ് ഉണ്ട്. 10-17 നേഴ്സസ് ഉണ്ട്. അവരുടെ അടുക്കൽ അങ്ങനെ കർത്താവിൻ്റെ വേല തുടങ്ങാനായിട്ട് സാധിച്ചു. പിന്നീട് ഈ മാസത്തിൽ ഒന്ന് തുടങ്ങി 2 ആഴ്ചയായി, പിന്നെ ആഴ്ചയിലൊരിക്കലായി. ഈ ആഴ്ചയിലൊരിക്കലും പിന്നെ തന്നെയല്ല, ഇവർ അന്നത്തെ കാലത്ത് നേഴ്സുമാർ 1 വർഷം കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ അവർക്ക് ലീവ് കിട്ടും. ലീവ് കേട്ട് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അവരെ വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവിടെ നിന്ന് തന്നെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ ഇത് ദൂരെയുള്ളതാണ്. അവർ സോഹാറിൽ പോയി, റൊസ്താഗിൽ, കോളോ ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ ഞാൻ പോയി ദൈവത്തെ സാക്ഷിച്ചിട്ടുണ്ട് നേഴ്സസിൻ്റെ ഇടയിൽ. ഏകദേശം 78ലാണ് എനിക്ക് അലയിലെ UAE വിസ കിട്ടുന്നത്. അതുവരെ ഒമാൻ വിസ ആയിരുന്നു. ഒമാൻ വിസ വെച്ചിട്ടാണ് ഞാനിവിടെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആരുടെയും ഒരു പൈസ വാങ്ങിച്ചില്ല. കർത്താവിൻ്റെ വേല ചെയ്യുന്നത് എൻ്റെ കിട്ടുന്നതായ ശമ്പളത്തിൽ നിന്നും, ഞാൻ പറഞ്ഞല്ലോ വളരെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നപ്പോൾ പോവാം, അതിൻ്റെ അകത്തുനിന്ന് വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. ബാക്കി മാറ്റി വെച്ച് അതുകൊണ്ടാണ് കർത്താവിൻ്റെ വേല. അപ്പം പലപ്പോഴും എൻ്റെ കൈ കാശ് കാണത്തില്ല യാത്ര ചെയ്യാനായിട്ട്. 1-2 സംഭവം വേണം ഞാൻ പറയാം ദൈവം നടത്തിയത്. ഒരു പ്രാവശ്യം എൻ്റെ കയ്യിൽ 5 ദിർഹംസ് മാത്രമേ ഉള്ളൂ പോകാനായിട്ട്. എനിക്ക് ബുറൈമി ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. ബുറൈമി ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ആദ്യം അലൈനി വരണം. അലൈനി വന്നിട്ട് അവിടെ നിന്ന് ടാക്സി ചെയ്തിട്ട് വേണം എനിക്ക് ബുറൈമി വരാനായിട്ട്. പിന്നെ ബുറൈമിയിൽ നിന്ന് അലൈനി വരണം. അലൈനിയിൽ നിന്ന് പിന്നീട് ഇവിടെ വരണം, ക്യാമ്പിൽ വരണം. അപ്പം ഈ ക്യാമ്പിലേക്ക് വരണമെങ്കിൽ ക്യാമ്പിൻ്റെ അവിടുന്ന് ടാക്സി എൻഗേജ് ചെയ്ത് പോരുകയാണെങ്കിൽ പിന്നെ ടാക്സി കൂലി 15 ദിർഹംസ് കൊടുക്കണം എൻഗേജ് ചെയ്ത് വരികയാണെങ്കിൽ. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ 5 ദിർഹംസേ ഉള്ളൂ കയ്യിലുള്ളൂ. ഞാൻ സമയത്തിന് എത്തണമല്ലോ. അപ്പം ഞാൻ ഷെയറിങ് ടാക്സി എങ്കിലും കിട്ടുമല്ലോ എന്നുള്ള നിലയിൽ വന്ന ഒരു ടാക്സിക്ക് ഞാൻ കൈ കാണിച്ചു. ഒരു പാകിസ്ഥാനിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്നാൽ കയറിക്കും. അപ്പം ഞാൻ ചോദിച്ചു എത്ര ആകും? ആകെ എൻ്റെ 5 എല്ലാം ഉണ്ട്. അപ്പം ഈ 5 ദിർഹംസിന് വേണ്ടി ഞാൻ പറഞ്ഞു 15 ദിർഹംസ് വേണം. ഞാൻ പറഞ്ഞു എൻ്റെ 5 ദിർഹംസേ ഉള്ളൂ. പിന്നെ എടുത്ത പോലെ പറയാണ് തുമാര ബാപ് കാ ഗാഡി ആയേഗ, തുമാര ബാപ് കാ ഗാഡി ആയേഗ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ ഭാരമുണ്ടായി. ഇന്ന് വരെ എൻ്റെ അപ്പന് പറയിപ്പിക്കാൻ ഞാൻ ഇടയാക്കിയിട്ടില്ല. ദൈവമേ ഇതെന്തൊരു കാര്യമായി. ഉടനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ക്രിയ ചെയ്തു. ഞാനല്ല നിൻ്റെ പിതാവ്, നീ എൻ്റെ വേലയ്ക്ക് വേണ്ടിയല്ലേ പോകുന്നത്. അങ്ങനെയെങ്കിൽ നീ എന്തിനു ഭാരപ്പെടുന്നു? ഞാനല്ല നിനക്ക് വാഹനം ഒരുക്കി തരേണ്ടത്. ഇത്രയും ചിന്തിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവം എനിക്കന്ന് ആശ്വാസവും കൊണ്ട് ഇരിക്കുന്ന സമയത്ത് അന്നത്തെ കാലത്ത് ഏറ്റവും വില കൂടിയതായിട്ടുള്ള ഒരു ബ്യൂക്ക് കാറ്, ഏറ്റവും പുതിയൊരു കാറ് ഒരു അറബി കൊണ്ടുവന്നിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തുക. അദ്ദേഹത്തിൻ്റെ ഡാഷ്ബോർഡിൽ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പിസ്റ്റല. അത്ര VIP ഒരു മനുഷ്യൻ, ഒരു പുതിയ. അദ്ദേഹം എൻ്റെ നിർത്തി ചെടി കയറാൻ പറഞ്ഞു. എവിടെ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അലയനിൽ ഇറങ്ങണം. അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒന്നും മിണ്ടാതെ കൊണ്ടുവന്ന് അലയൻ ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്ത് കൊണ്ട് ഇറക്കിയിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഒന്നും സംസാരിച്ചില്ല. കാരണം അദ്ദേഹത്തോട് അറബി പറയാനോ അല്ലെങ്കിൽ സംസാരിക്കാൻ എനിക്കും പറ്റുന്നില്ല. അദ്ദേഹവും സംസാരിച്ചില്ല. അങ്ങനെ എന്നെ കൊണ്ടിട്ട് അവിടെ ടാക്സി മനുഷ്യൻ്റെ അവിടെ കൊണ്ട് ഇറക്കിയിട്ട് അദ്ദേഹം കടന്നു പോയി. ഞാനങ്ങനെ കർത്താവിന് വേണ്ടി ഒത്തിരി നടന്നിട്ടുണ്ട്. എൻ്റെ യൗവനത്തിൽ ഒത്തിരി കർത്താവിന് വേണ്ടി ഗൾഫിൽ നടന്നിട്ടുണ്ട്. കാരണം ഈ ബുറൈമിൽ നിന്ന് ഏകദേശം ഒരു 5-8 കിലോമീറ്ററോളം കാണും ഈ ബുറൈമി ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്. അല്ലെങ്കിൽ ഈ ടാക്സി സ്റ്റാൻഡിൽ 1 രൂപ ദിർഹംസ് കൊടുത്താൽ ഷെയറിങ് ടാക്സി കിട്ടും പോകാൻ. ചിലപ്പോൾ അത് നമ്മുടെ കാണത്തില്ല, ആരോടും ഞാൻ വാങ്ങിക്കത്തുമില്ല. കാരണം ഞാൻ കല്യാണം കഴിക്കാത്തൊരു ആളാണ്. അവിടെ നേഴ്സുമാരെല്ലാം കല്യാണം കഴിക്കാത്തവരാണ്. അവരുടെ അടുക്കൽ ആദ്യം ഞാൻ മിങ്കിൾ ചെയ്യാനും പോകത്തില്ല. അവിടെ അങ്ങനെ ഒരു വെള്ളം പോലും കുടിക്കത്തില്ല, തന്നു വെള്ളം പോലും കുടിക്കത്തില്ല. അങ്ങനെ ആ രീതിയിൽ. കാരണം എനിക്ക് പറ്റിയ നിർബന്ധമായിരുന്നു എൻ്റെ ദൈവത്തിൻ്റെ നാമം
ഒരു കാരണവശാലും ദുഷിക്കരുതെന്നുള്ളത് ദൈവത്തിന് എൻ്റെ വലിയൊരു തീരുമാനവും പ്രതീക്ഷയായിരുന്നു. എൻ്റെ ജീവിതത്തെ എന്നെ നിലനിർത്തിയതായ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ എൻ്റെ ദേവദാസന്മാരെ കുറ്റം പറയത്തില്ല. അതിലൊരു കാര്യമാണ്, ഞാൻ യഹോവയുടെ അഭിഷേകത്തിൻ്റെ മേലെ കൈവെക്കത്തില്ല. അതായത് ദാവീദാണ് എനിക്ക് അതിന് മാതൃക. ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശയാണ് എന്നെ ഇടയശുശ്രൂഷ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം മോശയ്ക്ക് എന്ത് പ്രശ്നം വന്നാലും സമാപന കൂടാരത്തിൻ്റെ വാതിൽക്ക് വീണ് കിടന്നൊരു കരച്ചിലുണ്ട്. അതോടുകൂടെ ദൈവം എല്ലാം പ്രശ്നം, അതെൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. 3, എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഇയ്യോബ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, ഒരു കന്യകയെ നോക്കുന്നത് അങ്ങനെ. അതുകൊണ്ട് ഞാൻ വളരെ ആ കാര്യത്തിൽ വളരെ നിർബന്ധമുള്ളൊരു കാര്യമായിരുന്നു. ആയതുകൊണ്ട് ഞാൻ ആരുടെയും നിന്നും വെള്ളം കുടിക്കാനാണ് ഞാൻ ഓടി നടക്കുന്നത്. പലപ്പോഴും ഒത്തിരി നടന്നിട്ടുണ്ട്. അവിടെ പോകും, തിരിച്ചിങ്ങോട്ട് നടക്കും. അങ്ങനെ ഒത്തിരി കർത്താവിന് വേണ്ടി ഞാൻ നടന്നിട്ടുണ്ട്. ഒത്തിരി ഇത് ഈ രാവിലെ 6 മുതൽ 6 വരെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെന്ന് പറയണം. മൊത്തം കർത്താവ് ഇതെല്ലാം കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി അനുഭവങ്ങളിൽ ഒന്ന് ഞാൻ പറഞ്ഞത് വേറെയുണ്ട്. ഇതുപോലെ ഒരു പ്രാവശ്യമാണെങ്കിൽ വണ്ടിയില്ലാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്തൊരു എൻ്റെ മുമ്പിൽ കൂടെ ഒരു വെള്ളക്കാർ കുടുംബം, ഹസ്ബൻഡ് ആൻഡ് വൈഫും കുടുംബവുമായിട്ട് ഇങ്ങനെ അന്ന് അവിടെ 60-80 കിലോമീറ്റർ സ്പീഡിൽ എൻ്റെ കൂടെ മുമ്പ് പോവാം. എനിക്കാണെങ്കിൽ മീറ്റിങ്ങിന് പോകണം, എൻ്റെ പൈസയും ഇല്ല, ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ദൈവമേ ഈ വണ്ടിയെ തിരിച്ചു വരുത്താനെ കൊണ്ട് എൻ്റെ ദൈവത്തിന് കഴിയും. ഇവർ പോക്ക് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നതിന് ശേഷമായിട്ട് സാധാരണഗതി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭാര്യ ഒരിക്കലും പ്രത്യേക വെള്ളക്കാർ മാറത്തില്ല, നമുക്ക് പുറകെ വന്നിരിക്കാൻ, അതാണ് രീതി. അതാണ്. പക്ഷേ ഉടനെ തന്നെ അവർ വണ്ടി നിർത്തി ഉടനെ തന്നെ എൻ്റെ അടുക്ക് വന്നതിന് ശേഷം ഇവിടെ പോകാനാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ബുറേമ്യ പോകാൻ എന്നെ അലയിൽ ഇറക്കിയാൽ മതി. ഉടനെ തന്നെ ആ സഹോദരി വെള്ളക്കാരി ഇറങ്ങി പുറകെ പോയിരുന്നിട്ട് എനിക്ക് ആ ഫ്രണ്ട് സീറ്റ് തന്നിട്ട് എനിക്ക് അലയിൽ വന്നു ചേട്ടാ ഇനി എവിടെ പോകണം? ഞാൻ പറഞ്ഞു, എനിക്ക് ബുറേമ്യ ഹോസ്പിറ്റലിൽ കൊണ്ട് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇറക്കിയിട്ട് അവർ വൈബ് ഇറങ്ങിയിട്ട് പോയി. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ 2 ആക്സിഡൻറ്റ് എനിക്കുണ്ടായിട്ടുണ്ട്. അതല്ലാതെ തന്നെ വേറെ 2 ആക്സിഡൻ്റ് ഉണ്ട്. അതെല്ലാം എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞിട്ട് നേരത്തെ ഗവൺമെൻറ് പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കാരണം 12 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞിട്ടായി ഓടുന്നു. കർത്താവേ എനിക്ക് അപ്പോഴത്തേക്കും ഞാൻ അലയിലോട്ട് മാറി. അപ്പം ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയാണെങ്കിൽ 7 മണിക്കൂറത്തെ ഡ്യൂട്ടി ഉള്ളൂ, പിന്നെ എനിക്ക് കർത്താവിന് വേണ്ടി ഓടാമല്ലോ. കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു. അത്ഭുതകരമായ നിലയിൽ അലൈൻ മുനിസിപ്പാലിറ്റിയിൽ എനിക്ക് ജോലി കിട്ടി. അന്നത്തെ കാലത്ത് വളരെ കൈക്കൂലി കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ ഒരു ജോലി കിട്ടത്തുള്ളൂ. ഒരു ടെമ്പററി ജോലി കിട്ടണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം. ഞാൻ ദൈവത്തോട് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, കൊടുക്കത്തില്ല. വിശ്വാസത്താൽ കാത്തിരുന്നുകൊണ്ട് ഒരു ഫിൽസ് പോലും കൊടുക്കാതെ സ്വർഗത്തിലെ ദൈവം പെർമനൻ്റായിട്ടൊരു ജോലി എനിക്ക് അവിടെ മുനിസിപ്പാലിറ്റി ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. എത്ര വയസ്സ് വരെ ജോലി ചെയ്തു? ഞാൻ 55 വയസ്സ് വരെ, അവിടെ 60 വയസ്സ് വരെയാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാവുന്നത്. ഞാൻ 55 വയസ്സ് വരെ ചെയ്തുള്ളൂ. കാരണം നാഷണലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്ക് 74 കഴിഞ്ഞു. 74 വയസ്സ് കഴിഞ്ഞു. ഓക്കെ. ഇപ്പോഴും അലൈനില് സഭാ ശുശ്രൂഷ ചെയ്യാം. അപ്പം ഇത്രയും ഈ വിസ എങ്ങനെയാണ് കിട്ടുന്നത്? അത് ഞാൻ പറയാം. അതായത് ഗവൺമെൻറ് പിന്നീട് നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയിലോ ഗവൺമെൻറ്റിലോ ജോലി ചെയ്താൽ 60-65 വയസ്സ് വരെ ജോലി ചെയ്യാൻ ഒക്കത്തുള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ ഇപ്പോഴ് പ്രീസ്റ്റ് വിസയിലാണ് ഞാൻ അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് എത്ര വർഷം വേണമെങ്കിലും ഇനിയും നിൽക്കാം. കാരണം അതും ദൈവത്തിൻ്റെ ഒരു അത്ഭുതങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ അത്ഭുതമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അന്ന് ഈ പല മാസികൾ ഇങ്ങനെ വരുത്തുമ്പോൾ അതിൻ്റെ അകത്ത് സുവിശേഷ
ദർശനമുള്ളവർക്ക് ദൈവജനം പഠിക്കാൻ അവസരം ഇന്ന് ബൈബിൾ കോളേജിലുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതുകയായിരുന്നു. അപ്പോഴങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഭാരപ്പെട്ടു, ദൈവമേ എനിക്കത് സാധിക്കുന്നില്ലല്ലോ, പഠിക്കുന്നില്ലല്ലോ. എന്നാൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ വേദന കണ്ട് അമേരിക്കയിൽ ഇരുന്ന നാട്ടിലെ ഒരു മിഷണറിക്ക് ഒരു പ്രേരണ കൊടുത്തു. ഗൾഫിലുള്ള ദൈവമക്കളെ ജോലി ചെയ്യുന്നവരെ ദൈവവചനം പഠിപ്പിച്ച് വേലയ്ക്ക് വേണ്ടി ഒരുക്കണം. ഒരു ബാംഗ്ലൂർകാരനായ മോസസ് യേശുദാസന് എന്ന് പറയുന്ന ഒരു ദൈവദാസന്, അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊറിയക്കാരിയായ ഒരു സഹോദരി, അവർ അമേരിക്കയിൽ നിന്ന് അലേനി വന്ന് താമസിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ബൈബിൾ കോളേജ് തുടങ്ങി. അതായത് ടാഫ്റ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ടാഫ്റ്റിയുടെ ഒരു ബൈബിൾ കോളേജ് അദ്ദേഹം അവിടെ തുടങ്ങിയ ശേഷം അദ്ദേഹം അവിടെ അലൈനിൽ രജിസ്ട്രേഷൻ തുടങ്ങി. ഞങ്ങൾ 18 പേര് രജിസ്റ്റർ ചെയ്തു. ദുബൈയിൽ ഏകദേശം 25 പേരോളം രജിസ്റ്റർ ചെയ്തു. ഷാർജ രജിസ്റ്റർ ചെയ്തു ഒരു 20 പേര്. അബുദാബിയിൽ ഏകദേശം 40 പേരോളം രജിസ്റ്റർ ചെയ്തു. ഒടുവിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഗ്രാജുവേഷൻ്റെ സമയം വന്നു കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ 4 പേര് മാത്രം അലൈനിൽ നിന്നുള്ളവർ ഫിനിഷ് ചെയ്തു. അതിൽ ഞാൻ മാത്രം പാസ്റ്ററായി, മറ്റാരും അലലിയ പാസ്റ്ററായിട്ടില്ല. ദൈവം എനിക്ക് വേണ്ടി മാത്രം ആ 4 പേരിൽ ഒരാളെന്ന് പറയുന്നത് ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നതായ VCT എന്ന് പറയുന്ന കർത്തദാസൻ്റെ അനുജനായ തോമസ് കുട്ടി എന്ന് പറയുന്നതായ കർത്ത. അദ്ദേഹത്തിന് അന്ന് പാസ്റ്റർ ആകുന്നതിന് ഒരു പ്രയാസമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പാസ്റ്റർ കോളിംഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറി നിന്നു. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞ ഒരു ജേക്കബ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹം അവിടെ ഇംഗ്ലീഷ് ചർച്ചിൽ ഹെൽഡറായിട്ടൊക്കെ വർക്ക് ചെയ്തു, പക്ഷേ പാസ്റ്ററായില്ല. 3 വേറൊരു മർത്തമക്കാരനായിട്ട് ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു കർത്താസന്, അദ്ദേഹം കർത്താസനെ വിശ്രമിക്കുന്നു. അദ്ദേഹം ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ, കേരള ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. ലീവ് എടുത്ത് അവിടെ ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ആരും വന്നില്ല, ഞാൻ മാത്രം ഒരു പാസ്റ്ററാകാൻ കർത്താവ് സഹായിച്ചു. ഓക്കെ, ഈ നമ്മൾ ഇത്രയും അഡ്വാൻസ് ചെയ്ത് പോയി, പക്ഷെ എങ്ങനെ ഈ പെന്തിക്കോസായി? കാരണം മർത്തോമേലായിരുന്നല്ലോ, മർത്തോമേലായിരിക്കാണ് ഈ അലൈനിൽ പോകുന്നതും ഒക്കെ. എങ്ങനെ പെന്തിക്കോസിലോട്ട് വന്ന ആ കഥ പറഞ്ഞു? അത് ഞാൻ പറയാം. 79 എന്നെ വിശ്വാസ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും, ഞാൻ പറഞ്ഞല്ലോ, രത്നഗിരിയിൽ ഇരിക്കുന്ന സമയത്തും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം എന്നെ കൂടെ ദൈവം പ്രവർത്തിച്ചു. ഭൂതബാധിതർക്ക് വിടുതലും ഒക്കെ എന്നെ കൂടെ ദൈവം പ്രവർത്തിച്ചു. എനിക്ക് വിശ്വാസത്തിൽ എന്നെ കൂടുതൽ ധൈര്യപ്പെടുത്തത് കർത്താവിൻ്റെ ദാസൻ, ഇന്ന് നിത്യ വിശ്രമിക്കുന്ന പാസ്റ്റർ PD ജോൺസൺ അസംബ്ലി സ്കൂളിൻ്റെ സൂപ്രണ്ടായിരുന്നായ അദ്ദേഹമായിരുന്നു എനിക്ക് വിശ്വാസ ജീവിതത്തിൽ വളരെ എന്നെ എൻകറേജ് ചെയ്തത്. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് റേഡിയോ പ്രക്ഷേപണം ഉണ്ടായിരുന്നു. സെഷൻസിൽ നിന്നും ഫീബ സെഷൻസ് എന്ന് പറയുന്നതായ ആ പ്രോഗ്രാമിൽ എല്ലാ വ്യാഴാഴ്ചയും യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ എന്നുള്ളൊരു പ്രസംഗം അദ്ദേഹം അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്ക്, ഇന്ത്യൻ ടൈം 7 മണിയാകുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. അതെൻ്റെ ജീവിതത്തെ എന്നെ വളരെ ബൂസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ദൈവം എന്നെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ ഞാൻ അലൈനി വന്നു കഴിഞ്ഞപ്പോൾ 78 ആയപ്പം അദ്ദേഹം ദുബൈ വന്നിട്ടുണ്ടെന്ന് അറിവ് കിട്ടി എനിക്ക്. അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നുള്ള എനിക്കൊരു ആകാംക്ഷ. അങ്ങനെ ഞാനും എന്നോടുകൂടെ ഒരു സഹോദരനും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ അവിടെ പോയി, ദുബായി പോയി. ആ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു. അദ്ദേഹത്തെ ദൂരെ നിന്ന് കണ്ടതേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതേ ഉള്ളൂ. തിരിച്ചു ആഴ്ച വരുന്ന വഴി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച്, നീ സ്നാനപ്പെടണം. എനിക്ക് അന്നും ഇന്നും അല്ല തിരിച്ചു വരുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് ടാക്സിയെ വെച്ച് എന്നോട് ഇടപെട്ടു, സ്നാനപ്പെടണം. അപ്പോഴും ഞാൻ എൻ്റെ കൂടെയുള്ള ആളിനോട് പറഞ്ഞു എനിക്ക് സ്നാനം. അതേ ഒരു പിച്ചുകാരനായിട്ടുള്ള എബ്രഹാം എന്ന് പറഞ്ഞൊരു ദൈവദാസനായ ഒരു സഹോദരനായിരുന്നു. പക്ഷേ ഇവര് സഹോദരനാണെങ്കിലും ഐപിസിക്കാരനാണെങ്കിലും ഞാൻ ആ മീറ്റിംഗ് നടത്തുന്നത് അവിടെ നടത്തിക്കോട്ടെ. അല്ല, ആ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ല, നിങ്ങൾക്ക് അവിടെ ഈ അലൈനിൽ അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു? ഞാൻ അവിടെ വരുന്ന സമയത്ത് നമ്മുടെ നഴ്സുമാർക്ക് വേണ്ടി ഹോസ്പിറ്റലുകളിൽ മീറ്റിംഗ് നടത്തി. അതാ അത് അവരോട് പറയാം. അതായത് ഞാൻ 78 എനിക്ക് UAE വിസ കിട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുന്ന സമയത്ത് അലൈനിൽ ആ കൂടെ മലയാളികളുടെ ഗ്രൂപ്പ് എന്ന് പറയാനായിട്ട് ഒരു ഇംഗ്ലീഷ് ചർച്ചുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മിഷൻ ഫാമിലിയാണല്ലോ ഇവിടെ ഹോസ്പിറ്റലിൽ തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ അവിടെ ഇംഗ്ലീഷ് സർവീസുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനികളുടെ ഇടയിൽ ഒരു പ്രവർത്തനമുണ്ട്, പാകിസ്ഥാനി ചർച്ചുമുണ്ട്. എന്നാൽ
മലയാളികളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരു 4-5 പേരുണ്ടായിരുന്നു. അത് ബ്രദറിൽ അസംബ്ലി ഒരാളുണ്ടായിരുന്നു. പിന്നീട് ഈ ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നതായിട്ട് ചിഹ്നത്തിലക്കാരൻ ഒരു KK ജേക്കബ്, അങ്ങനെ ഒരു 4-5 പേര് 5-6 പേര് വിശ്വാസികൾ, ഈ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവരൊന്നും അല്ല അവർ ബ്രദർ. അവർ പിന്നീട് ഈ KK ജേക്കബിൻ്റെ വീട്ടിൽ വെച്ചിട്ട് മാസത്തിലൊരിക്കൽ, എല്ലാ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച ഒരു പ്രാർത്ഥന നടക്കും. അപ്പോൾ ഇത് എനിക്ക് എന്നെ അറിവ് കിട്ടി. ഞാനും അതിനോടുകൂടെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. മലയാളത്തിൽ അതിപ്പോൾ അറ്റൻഡ് ചെയ്യും. അതിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പെന്തക്കോസ്ത് ആരാധന ഇവിടെ തുടങ്ങുന്നത് ഈ അലൈൻ സൊഹാർ റോഡിൻ്റെ അലൈൻ ദുബായ് റോഡിൻ്റെ വർക്കിന് വേണ്ടി ചില സഹോദരങ്ങൾ അവിടെ അലൈനിലേക്ക് വന്നു. അത് ദുബൈയിൽ നിന്ന് വന്നവരാണ്. അവർ വന്ന് ഒരു 4-5 സഹോദരങ്ങൾ വന്ന്, അതിൽ ഓർക്കണം നമ്മുടെ ജോയ് താനുവലിനുണ്ടല്ലോ, അദ്ദേഹവും അതിൻ്റെ അകത്ത് പെടുന്ന. അദ്ദേഹം വന്ന് അലൈന് ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന് തവാം ഹോസ്പിറ്റലിൽ അദ്ദേഹം അവിടെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻചാർജായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ. അങ്ങനെ ദുബൈയിൽ നിന്ന് വന്ന അവരോട് ചേർന്നിട്ട് അദ്ദേഹവും അവരോട് ചേർന്ന് അവിടെ ഈ അഞ്ചനാട്ട് എന്ന് പറയുന്ന ആ വീട്ടിൽ ബ്രദർ AO എബ്രഹാമിൻ്റെ വീട്ടിൽ വെച്ചിട്ടൊരു പെന്തക്കോസ്ത് മീറ്റിംഗ് അവരവിടെ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമായിട്ട് അന്ന് ഞങ്ങളവിടെ ഉണ്ട്, ഞങ്ങളോട് ഒന്നും അറിയിക്കുന്നില്ല. അവിടെ അദ്ദേഹം ഒരു പെന്തക്കോസ്ത് ആരാധന അവിടെ തുടങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. അതിൻ്റെ 2ാമത്തെ ആഴ്ച മുതൽ ഞങ്ങൾ അറിഞ്ഞു എനിക്ക് പെന്തക്കോസ്ത് ആരാധനയ്ക്ക് പോകണം, താല്പര്യമുണ്ട്. അവിടെ ഇല്ലായിരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂടെ കൂടി. പിന്നീട് അങ്ങനെയാണ് ഞാൻ പെന്തക്കോസ്ത് ആരാധനയിൽ അവിടെ അതിന് മുമ്പ് ഞാൻ സ്നാനപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർ ബി.ഡി. ജോൺസന്റെ കൈ സ്നാനം പ്രേരണ വന്നു. ഞാൻ പാസ്റ്റർ ബി.ഡി. ജോൺസനാണ് എന്നെ സ്നാനം. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളിനോട് ഞാൻ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിൻ്റെ കൈ കീഴിൽ പാസ്റ്റർ ബി.ഡി. ജോൺസന്റെ കൈ കീഴിൽ സ്നാനപ്പെടണം. അങ്ങനെ ഞാൻ ഈ പിന്നീട് അബുദാബിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് അവിടെ അബുദാബി പെന്തക്കോസ്ത് ചർച്ചിലാണെന്ന് തോന്നുന്നുണ്ട്. അതിൻ്റെ ആ ചർച്ചിൻ്റെ കെയർ ഓഫിൽ പാസ്റ്റർ പി.ഡി. ജോൺസൻ്റെ കൈ കീഴിലാണ് ഞാൻ. സെൻറ്റ് ആൻഡ്രൂസ് ചർച്ചിലാണെന്ന് തോന്നുന്നു. അവിടെ അവിടുത്തെ പൂളിൽ വെച്ചിട്ടാണ് എന്നെ സ്നാനപ്പെടുത്തുന്നത്. പാസ്റ്റർ പി.ഡി. ജോൺസനാണ്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു അന്നത്തെ സ്നാനത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ പെന്തക്കോസ്ത് ആരാധനയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം പിന്നീട് എനിക്ക് അലൈനിൽ അവർ ഈ മീറ്റിംഗ് പെന്തക്കോസ്ത് ആരാധനയുടെ അതിൻ്റെ പേര് അലൈൻ പെന്തക്കോസ്ത് ചർച്ച് എന്നായിരുന്നു. പിന്നീട് പേരിട്ടത് അതിന് അലൈൻ പെന്തക്കോസ്ത് ചർച്ച് എന്നായിരുന്നു. ഈ OS ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ദൈവം ഒരുക്കി തന്നു. അങ്ങനെ നമ്മുടെ ആരാധന അവിടെ നടക്കാറുണ്ട്. അങ്ങനെയാണ് പെന്തക്കോസ്ത് IPC ചർച്ച്. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി ദൈവം ഒരു ബൈബിൾ കോളേജ് തുടങ്ങി. ഞാൻ ഗ്രാജുവേറ്റ് ചെയ്തു. ഞാൻ ആ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുമ്പോഴും ഓരോരുത്തരും മാറി, കഴിവുള്ള ദേവദാസന്മാരുണ്ട്, അതുകൊണ്ട് മാറി ആണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഈ ഒരു മത്സരം വരുമല്ലോ, പലരുള്ളപ്പോൾ ഒരു മത്സരം വരുമല്ലോ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ മത്സരത്തിലൊന്നും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, മത്സരത്തിലൊന്നും പോകുന്നത് ഇഷ്ടമല്ല. തന്നെയല്ല, അതിന് മുമ്പ് എൻ്റെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായ നിലയിൽ എനിക്ക് IPCയിൽ ഓർഡിനേഷൻ കിട്ടാനായിട്ട് ഇടയായി തീർന്നു. ഞാനവിടെ പലപ്പോഴായി ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടുള്ളതായ ദേവദാസന്മാർ, ഇവിടെ വിസിറ്റിംഗ് വരുന്നതായ ദേവദാസന്മാരുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസന് KM ജോൺ അപ്പച്ചന്, KC ജോൺ, ഇവരൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ ശുശ്രൂഷ. അപ്പോൾ എൻ്റെ സ്വർഗത്തിലെ അത്ഭുതകരമായ നിലയിൽ എനിക്ക് വേണ്ടി ഒരു വഴി ഒരുക്കി തന്നു. എന്നെ മാവേലിക്കര ഈ വെസ്റ്റ്, അതായത് നമ്മുടെ KT മാത്യു അപ്പച്ചൻ്റെ ആ ചർച്ചിൻ്റെ ഇറവങ്കരി ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ വെച്ചിട്ട് എനിക്ക് ഓർഡിനേഷൻ കിട്ടി. അന്ന് എൻ്റെ ഓർഡിനേഷൻ നടത്തിയത് പാസ്റ്റർ KM ജോൺ അപ്പച്ചന്, KC ജോൺ, പാസ്റ്റർ KC ജോൺ ആണ്, പാസ്റ്റർ KC തോമസ്, CC എബ്രഹാം, KT മാത്യു അപ്പച്ചൻ, ഇവർ 5 പേരാണ് എൻ്റെ തലയിൽ കൈവച്ചത് എന്നെ ഓർഡൈൻ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ IPCയുടെ ഓർഡൈൻ പാസ്റ്റർ. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ നിൽക്കുന്ന സഭയിൽ IPCയുടെ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി ഒരു മത്സരം ഉണ്ടാക്കരുത്. പക്ഷേ ഈ മത്സരം കണ്ട് ഞങ്ങൾ വിചാരിച്ചു, കാരണം അവിടെ ഞാൻ ശുശ്രൂഷിക്കുന്നുമുണ്ട്, അപ്പം എനിക്കൊരു നമുക്ക് വേറിട്ടൊന്ന് തുടങ്ങണം എന്നൊരു പ്രേരണയായിട്ട്
2003 അന്ന് അവിടുത്തെ ശുശ്രൂഷ ഞാനാണ്. അടുത്ത ഡിസംബർ മാസം ആയി കഴിഞ്ഞപ്പോൾ പുതിയ ആൾക്കാരെ തിരഞ്ഞെടുക്കണം. പുതിയ ആൾക്കാരെ തിരഞ്ഞെടുത്തു. അതിനുശേഷമായിട്ട് ഞാൻ അന്ന് ഞാൻ ആ ദൈവസഭയുടെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞു. ഞാൻ IPC റോഡേയും പാസ്റ്ററാണ്, നിങ്ങൾക്കറിയാം. ഇവിടെ IPC ഒരു പ്രവർത്തനവുമില്ല. ആയതുകൊണ്ട് ഞാനൊരു IPC പ്രവർത്തനം തുടങ്ങാൻ പോകുന്നു. പക്ഷേ ഇവിടുന്ന് ആരെയും എടുക്കത്തില്ല. ഞാൻ അവിടെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്. എൻ്റെ ഭാര്യ സൺഡേ സ്കൂളിൻ്റെ അവിടുത്തെ സെക്രട്ടറിയും. എൻ്റെ മോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന് പഠിപ്പിക്കും, ഇല്ല എങ്കിൽ ഞങ്ങൾ വരത്തില്ല. പക്ഷേ ഏതായിരുന്നാലും എൻ്റെ മോൾ ഇവിടെ തന്നെ ആയിരിക്കും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് സന്തോഷത്തോടെ ഭക്ഷണമെല്ലാം കഴിച്ച് അവിടുന്ന് മാറി. പിറ്റേ ദിവസം അന്നുള്ള നാട്ടിൽ പല ചർച്ചകളുണ്ടായിരുന്നുണ്ട്. അവിടെ എല്ലാം ജപ്തി പറഞ്ഞു, ഞാൻ IPC പ്രവർത്തനം തുടങ്ങുന്നു, പക്ഷേ ആരെയും ഞാൻ ഇവിടുന്ന് എടുക്കത്തില്ല. ദൈവം എനിക്ക് തന്ന കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിച്ച് ആത്മാക്കളെ നേടാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ തുടങ്ങിയ ചർച്ചാണ്. ഏകദേശം മേടിക്കത്തോടെ ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് തുടങ്ങി. ഏകദേശം 3 മാസം വരെ ആരെയും കിട്ടിയില്ല. ഒടുവിൽ 3 മാസം കഴിഞ്ഞ് ഒരാളെ കിട്ടി. പിന്നീട് ദൈവം വളർത്തിക്കൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾക്കൊരു ബൈബിൾ കോളേജ് അവിടെ തുടങ്ങാനായിട്ട് വർഷിപ്പ് സെൻട്രൽ കോളേജ് ഓഫ് തിയോളജിയുടെ ഒരു ബ്രാഞ്ച് അവിടെ അലീനെ തുടങ്ങാൻ കർത്താവ് സഹായിച്ചു. അനേകരെ ദൈവവചനം പഠിപ്പിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറക്കാനിടയായി തീർന്നു. ഇന്ന് അത് തന്നെയല്ല, വടക്കേന്ത്യയിൽ അനേക ദൈവദാസന്മാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ദൈവം ഞങ്ങളുടെ സഭയെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം 64 ദൈവദാസന്മാരെ ഞങ്ങൾ പല സ്റ്റേറ്റുകളിലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 55-ാമത്തെ വയസ്സിൽ ഞാൻ റിട്ടയർഡായി. പക്ഷേ എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഫൈനാൻഷ്യൽ ഒരു പ്രശ്നമൊന്നും വന്നില്ല. ഞങ്ങൾ സഭയുടെ ഒന്നും എടുക്കാതെ തന്നെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചുകൊണ്ട് പോരുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം ദൈവം അത്ഭുതമായി നടന്നു. ഒരു കാര്യം അത്ഭുതം കൂടെ പറയാം. ഞാൻ ആരോടും ഒന്നും ഇന്ന് വരെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി വാങ്ങിക്കത്തില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഒരു ഡോക്ടർ ഫാമിലി ഉണ്ടായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് ഇന്നും പിന്നീട് ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ കെന്നി എന്ന് പറയുന്ന നാട്ടിൽ, കെന്നി തോമസ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡോക്ടർ റേച്ചൽ. അവരും ഡോക്ടർ. അദ്ദേഹമോട് ഈ മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹം ഒരു ദിവസം സന്ധ്യ ആയ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. വന്നതിന് ശേഷം എൻ്റെ ഒരു പാക്കറ്റ് തന്നു. പറഞ്ഞു, അച്ഛായ ഇതാ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു, അമ്മേന് പൈസ എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെ ആരോടും വാങ്ങിക്കത്തില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഒരാഴ്ചയായി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, അച്ഛൻ ഇത് കൊടുക്കണം, അച്ഛൻ ഇത് ഇട്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു ആ പാക്കറ്റ് തന്നു. ഏകദേശം ഞാൻ ദൈവാത്മാവ് പറഞ്ഞതല്ലേ, പിന്നെ എനിക്കൊന്നും പറയാനില്ല. പ്രാർത്ഥിച്ചു, വാങ്ങിച്ചു. അദ്ദേഹം ആ പാക്കറ്റ് അതുപോലെ ഞാനെടുത്ത് പെട്ടിക്കകത്ത് വെച്ചു. അവർ പോയി കഴിച്ചിട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ 5000 ദ്രഹംസ് ഉണ്ടായിരുന്നു. 500-ൻ്റെ 10 നോട്ട്. അത്രയും പൈസ എനിക്ക് ഇതുവരെ ആരും തന്നിട്ടില്ല. സുവിശേഷ വിലയ്ക്കും തന്നിട്ടില്ല, അല്ലാതെ തന്നിട്ടില്ല, ആർക്കും തന്നിട്ടില്ല. വേറെ അങ്ങനെ പലപ്പോഴും എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞു. പക്ഷെ അന്നേരം എനിക്ക് ആവശ്യമൊന്നുമില്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് ബാംഗ്ലൂരിൽ അവൻ ക്രിസ്തു ജ്യോതി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, BCom. അതിനുശേഷമായിട്ട് അവന് പറഞ്ഞു, ഡാഡി എനിക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് പഠിക്കണമെന്നൊരാഗ്രഹമുണ്ട്. ഇന്ത്യൻ റുപ്പീസ് 85,000 റുപ്പീസ് വേണം എൻ്റെ ഫീസ്. ഡാഡി എന്ത് പറയുന്നു, എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? പക്ഷേ അതിന് മുന്നമേ എൻ്റെ മോൻ്റെ കത്ത് എൻ്റെ ടെലിഫോൺ വരുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിൽ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ പെട്ടി കാശ് കൊണ്ട് തന്നിട്ടാണ് മോന് വേണ്ടി ദൈവം ഒരുക്കുന്നത്. മോന് വേണ്ടി ദൈവം വഴിയൊരുക്കുന്നത്. അങ്ങനെ എൻ്റെ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം ഇന്നും അത്ഭുതമായി ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആൻറ്റി, പിന്നെ ഈ നിങ്ങളുടെ വിവാഹം അബുദാബിയിൽ വെച്ചാൽ നടന്നതെന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ ഒരു സുവിശേഷകനെ കല്യാണം കഴിക്കാനായിട്ടുള്ള പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നല്ലോ? പറയാം. ഞാൻ 1981 അബുദാബിയിൽ ചെന്ന് ചേരുന്നത്. അന്ന് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പപ്പ അവിടെ ഉണ്ടായിരുന്നു, റിലേറ്റീവ്സ് കസിൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു.
പപ്പായിക്ക് ചെന്നപ്പോൾ മുതലേ എന്ത് നിർബന്ധം, പെൺകുട്ടികളല്ലേ, പെട്ടെന്ന് കല്യാണം കഴിപ്പിക്കണം എന്നുള്ള. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏകദേശം ഞാൻ ചെന്നൊരു 6-8 മാസം കഴിഞ്ഞാണ് പിന്നെ ഈ വിവാഹാലോചന വരുന്നതും അത് നടക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ പ്രെയറിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കർത്താവേ, ഒരു വിവാഹ ആലോചന എനിക്ക് വരുന്നതെങ്കിൽ ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളായിരിക്കണമെന്ന്. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ജോലിയോടുകൂടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരാളായിരിക്കണം എനിക്ക് വിവാഹത്തിന് വരുന്നതെന്ന്, വിവാഹാലോചന വരുന്നതെന്ന് ഞാൻ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയമാണ് ഈ ആലോചന വന്നു. അത് ഞാൻ ഒരു ദിവസം ഈവനിങ്ങിൽ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് പപ്പായും എൻ്റെ ഒരു അമ്മാച്ചൻ്റെ മകനും കൂടി ഓടി വന്ന് പറഞ്ഞു, പിന്നെ നിന്നെ കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ട്, ഒരു വിവാഹാലോചന, ഇപ്പം പോകരുത്, അവിടെ നിൽക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങുമല്ലോ, ഇപ്പം വന്നാൽ എങ്ങനെ വെക്കുക എന്ന് പറഞ്ഞു. അത് സാരമില്ല, ഞാൻ രാജിച്ചായെന്ന് പറയാം, പുള്ളി ഇപ്പം സ്റ്റേറ്റ്സിലാണ്. ഞാൻ സാരമില്ല മോളെ, ഞാൻ നിന്നെ കൊണ്ടുവിടാം, അത് കഴിച്ചിട്ട് ഞാൻ നിന്നെ കൊണ്ടുവിട്ടേക്കാം, 2 മിനിറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പെട്ടെന്ന് ഹസ്ബൻഡും അവരുടെ റിലേറ്റീവ്സ് 2-3 പേരെല്ലാം കൂടെ വീട്ടിൽ വന്നു, കണ്ടു, സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ ഒന്നും മിണ്ടിയില്ല, എന്നോട് ഒന്നും മിണ്ടിയില്ല, പേരൊന്നും അതുപോലെ ചോദിച്ചില്ല. ഞാൻ കണ്ടില്ല. അതാ അതിന് ഒരു കാര്യം ഞാൻ പറയാം, അതിൻ്റെ ഇടയ്ക്കാണെന്ന് പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ സന്നിധി, ഞാൻ പാസ്റ്റർ കർത്താസിനോടൊരു കാര്യം ഞാൻ പറഞ്ഞു, എവിടെ ചെന്നാലും ദൈവത്തിൻ്റെ നാമം ദൂഷിക്കരുതെന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവം എനിക്ക് തക്ക ഒരു തുണയെ തരണം. എൻ്റെ വീട്ടിലെല്ലാം മർത്തോമാക്കാരാ, അവരെനിക്ക് വേണ്ടി അവർ ആലോചിച്ചുകൊണ്ട് തരാനായിട്ട് അവർക്ക് പറ്റത്തുമില്ല, എനിക്കൊരു തരണം. പക്ഷേ ഞാൻ എവിടെ പോയി ആലോചിക്കും? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൽ സന്നിധിക്കുന്നു, അതിനുവേണ്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അലൈനിന്ന് ഞാൻ പറഞ്ഞ പോലെ എന്നെ സ്നാനത്തിന് ഞാൻ വഴിയെടുത്ത് എൻ്റെ കൂടെ യാത്ര ചെയ്ത ആ ബ്രദർ തന്നെ, ഞങ്ങൾ പ്രായമുള്ള, എന്നെക്കാട്ടും വളരെ പ്രായമുള്ളൊരു ദൈവദാസൻ, അവരും കൂടെ ഞങ്ങൾ 2 പേരും കൂടെ പിന്നീട് അബുദാബിയിലോട്ട് വന്നു വരുമ്പോൾ, കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ലീവിന് പോവാം, നാട്ടിൽ പോവാം. കാരണം കല്യാണം കഴിഞ്ഞിട്ടില്ല, കാരണം എനിക്കാരും നടത്തുന്നു പറ്റൊന്നുമില്ല. അങ്ങനെ ഇനി ഏതായിരുന്നു വിശ്വാസം, ഞാനിങ്ങനെ ലീവിന് പോവാം. പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ വരുമ്പോൾ എനിക്ക് MC ചാക്കോച്ചൻ്റെ ചർച്ചിൽ ഞാൻ അവിടെ വെച്ചാൽ ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അപ്പോൾ ആ മീറ്റിങ്ങിന് അവിടുത്തെ ഉപവാസം പ്രാർത്ഥന വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അതിനൊന്ന് അറ്റൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലും എൻ്റെ ബന്ധുക്കളോടൊക്കെ യാത്രയും ചോദിക്കണം പോകണം. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷമായിട്ട് അച്ചാൻ്റെ ബന്ധുക്കളുടെ അടുക്കലോട്ടും പോയി, ഞാൻ പിന്നീട് എൻ്റെ ബന്ധുക്കളുടെ അടുക്കലും പോയി കഴിഞ്ഞതിന് ശേഷമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുക്കൽ വിളിച്ച് എന്നോട് പറഞ്ഞിടാ, നമ്മൾക്കൊരു പെങ്കൊച്ചുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാൽ എന്താ? ഈ അച്ചാൻ പറയാം. അച്ചാൻ്റെ പിന്നീട് പെങ്ങളെ കെട്ടിച്ച, അതായത് തൻ്റെ അളിയൻ്റെ മാവിയുടെ മോളായത്. ഓക്കെ, ഒരു പെങ്കൊച്ചുണ്ട്, നമുക്കൊന്ന് ആലോചിച്ചാലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ ആലോചിക്കുന്നില്ല, എൻ്റെ ബന്ധുക്കൾ ഇവിടെ ഉണ്ട്, അവരുമായിട്ടൊന്ന് ആലോചിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞതിന് ശേഷമായിട്ട് എന്നാൽ പിന്നെ അങ്ങനെ ആട്ടെ. അപ്പോൾ ഞാൻ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻസ് ഒത്തിരി പേരുണ്ട്, അവർ വലിയ പൊസിഷനിലുള്ള നാട്ടിലെ ആൾക്കാർ. അതായത് 1-2 വേണമെങ്കിൽ പറഞ്ഞാൽ നമ്മുടെ റോസമ്മ മുന്നൂസിനെ അറിയാവും. റോസമ്മ മുന്നൂസിൻ്റെ മോളെ കെട്ടിയേക്കുന്നത് ഞങ്ങളുടെ ഒരു കസിനാണ് നമ്മളുടെ. അതെ, ഇളയ മോള് ഗീത, ഡോക്ടർ ഗീത. അപ്പം അവരുണ്ട്, പുള്ളിയുടെ ജ്യേഷ്ഠന്. അങ്ങനെ UAE എക്സ്ചേഞ്ച് തുടങ്ങിയതും ഈ പണ്ട് ഷെട്ടിയുമായിട്ട് ചേർന്ന് തുടങ്ങിയതായിട്ടുള്ള ഒരു വർഗീസ് ഡാനിയൽ തിരുവനന്തപുരത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. അതിന് ട്രിവാൻഡ്രത്തുണ്ട്. ഞങ്ങളുടെ ബന്ധുക്കളാണ്, ഞങ്ങളുടെ അയൽക്കാരും ബന്ധുക്കളുണ്ട്. അപ്പോൾ അത് സെറ്റിലായ കോർട്ടിന് വെളിയിൽ വെച്ചിട്ട് അത് സെറ്റിലായിരുന്നു. അങ്ങനെ പുള്ളിക്ക് ഒരു നല്ലൊരു എമൗണ്ട് കിട്ടിയായിരുന്നു. പിന്നെ റെഡി തന്നെ തട്ടിപ്പോ അവന് കേസൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയായി പോയില്ലേ. അപ്പം ഞാൻ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന് ജോണി എന്ന് പറഞ്ഞിട്ടുണ്ട്, ആത്മായി ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ഒരു ആലോചന ഉണ്ട്, നമുക്കൊന്ന് പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പം പ്രജാനത്താണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ചെന്ന് കാണുന്നത്. ഇവിടെ ചെന്ന് കാണുമ്പോൾ ഇവിടെ പോകാൻ തയ്യാറായി നിൽക്കുക. പേര് ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ കാര്യം ഇത് നടക്കുമെന്ന് എനിക്കും ആഗ്രഹം, പ്ലാനില്ല, ചിന്തയില്ല. ജസ്റ്റ് ഒന്ന് കണ്ടു. പക്ഷേ ഇവിടെ പോകാനായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു ഷൈയോ എന്തോ എനിക്കറിയത്തില്ല എന്താ.
ഇവിടെ ഡ്രസ്സ് മാറി കണ്ടു, ഒരു നാരങ്ങ വെള്ളം കൊണ്ടു തന്നു, ഞങ്ങൾ കുടിച്ചു. ഒന്നും ഇന്നത്തെ പോലെ സംസാരിക്കുന്ന പരിപാടിയില്ലല്ലോ, എത്രയോ വർഷത്തിന് മുമ്പുള്ളത്. അവിടെ പോയി ഞാൻ ചെന്നു. അതായത് പിറ്റേ ദിവസം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ നേരെ നാട്ടിൽ പോകും. അന്നെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഒന്നുമില്ല. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അബുദാബി വരിക, അബുദാബിയിൽ നിന്ന് നേരെ ബോംബെ പോവുക, ബോംബെ നിന്ന് ട്രിവാൻഡ്രത്ത് വരിക, പിന്നെ വീട്ടിൽ പോകുക. അങ്ങനെയായിരുന്നു ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസമുണ്ട് കുമ്പനാട്ടിൽ നിന്ന് ഒരു കാറ് നിറച്ച ആൾക്കാർ വീട്ടിൽ വരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം. അപ്പോൾ അവരെല്ലാവരും കൂടെ പറഞ്ഞൊരു കാര്യം, നമുക്കന്ന് കല്യാണം ഇവിടെ വെച്ച് അങ്ങ് ഉറയ്ക്കാം. അപ്പോൾ എൻ്റെ അടുക്ക് ചോദിക്കുക, പെണ്ണിന് പേരെന്തോ? എനിക്കറിയത്തില്ല. പെണ്ണിൻ്റെ പേരെന്തോ എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഏകദേശം. പക്ഷേ എനിക്കൊരു കാര്യമുണ്ടായിരുന്നു, എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. നാളുകളായി ഉപവസിച്ചും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ദൈവം ഒരുക്കുന്നു. പക്ഷേ ഞാൻ ദൈവത്തോടൊരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ വിവാഹം കഴിച്ച് എനിക്ക് കുടുംബമായിട്ട് താമസിക്കണം. എനിക്ക് അവിടെ ഇവിടെയായിട്ട് നിൽക്കാൻ ഒക്കത്തില്ല. കുടുംബമായി താമസിക്കണം. കാരണം എൻ്റെ ദൈവത്തിൻ്റെ നാമം ദൂഷിക്കുന്ന നേഴ്സിൻ്റെ ഇടയിലെ വേലയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒടുവിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഫാമിലിക്കാരെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുമായിരുന്നു നേഴ്സിൻ്റെ ഇടയിൽ പ്രവർത്തനത്തിന് വേണ്ടി, ദൈവനാമം ദൂഷിക്കാതിരിക്കാൻ വേണ്ടി. എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ട് ജീവിക്കണം, കുടുംബമായിട്ട് വേല ചെയ്യണം. ആ പ്രാർത്ഥന ദൈവം കേട്ടതുകൊണ്ട് ഞാൻ പേരും ചോദിക്കേണ്ട, ഒന്നും വന്നില്ല. സ്വർഗ്ഗ ദൈവം ഒരുക്കുന്നത്. അവിടെ നാട്ടിൽ വെച്ച് കല്യാണം ഉറച്ചു. ഞാനതിന് അബുദാബി തന്നെ. ഞാൻ ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ചു. ദൈവം ചെയ്തു തരുന്നു, നല്ലതേ തരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പക്ഷെ ഇവിടെ വന്നതിന് ശേഷമാണ്, പിന്നെ ലീവ് കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞ് വന്ന് കല്യാണം ഉറപ്പും കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യയുമായിട്ട് സംസാരിക്കുന്നു, പേര് ചോദിക്കുന്നുമല്ല. പേരതിന് മുമ്പ് മനസ്സിലായി അവിടെ ബന്ധിപ്പിച്ചെന്നപ്പോൾ. അങ്ങനെ ആൻറ്റി, പിന്നെ ആൻറ്റിയുടെ ലൈഫിലെ ഒരു നേഴ്സ് എന്നുള്ള നിലയിൽ അബുദാബിയിൽ ആദ്യം നേഴ്സായിട്ട് വന്നു, പിന്നെ അലൈനിൽ വന്നു, നേഴ്സായിട്ട് ചെയ്തു, അവസാനം ഈ ക്രിസ്ത്യൻ ഹോസ്പിറ്റലിൽ നേഴ്സായി. ഓക്കെ, ഈ ദീർഘമായ വർഷത്തെ എക്സ്പീരിയൻസിൽ ഒത്തിരി അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്. സുവിശേഷം അനേകരോട് പങ്കുവെക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ചിന്തിക്കുന്നത് ഈ നേഴ്സസിനാണ് ഒരു പാസ്റ്റോ അല്ലെങ്കിൽ മറ്റാളോ ചെയ്യുന്നതിനെക്കാട്ടിലും എഫക്റ്റീവായിട്ട് സുവിശേഷം പങ്കുവെക്കാൻ ചെയ്യാം അല്ലേ? അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും എക്സ്പീരിയൻസ് ഇപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജോലി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വോളണ്ടറി വർക്ക് ചെയ്യുന്നതുകൊണ്ട്, ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ നല്ലവണ്ണം അറിയാം. ഞാൻ ഇത്രയും വർഷം ഇവിടെ നിന്നതായതുകൊണ്ട്, പിന്നെ അതുകൊണ്ടാണ് എന്നെ ആ പോസ്റ്റിലോട്ടാക്കിയത്. അപ്പം ഞാൻ എൻ്റെ നേഴ്സിങ്ങിൽ എൻ്റെ മെയിൻ എക്സ്പീരിയൻസ് എനിക്ക് OB/GYN ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് എന്നെ ഈ ചാപ്ലൻസി ഡ്യൂട്ടിക്ക് വിട്ടിരിക്കുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് ലേബർ റൂമിലാണ് ഡ്യൂട്ടിയുള്ളത്. അപ്പം എസ്പെഷ്യലി മെയിനായിട്ട് ഡെലിവറിക്ക് വരുന്ന ഡെലിവറിക്ക് വരുന്നതെന്ന് പറയുമ്പം ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈം അല്ലേ അവരുടെ ജീവിതത്തിൽ, ലൈഫിൻ്റെ ഒരു സ്പെഷ്യൽ ടൈമാണല്ലോ. ഒരു ഡിഫിക്കൽട്ട് ആൻഡ് എല്ലാം ഉണ്ടല്ലോ, എല്ലാം അതിനകത്ത് വരും. അപ്പോൾ ആ സമയത്ത് നമ്മളൊരാൾ അവരുടെ അടുത്ത് സ്നേഹമായിട്ടിരിക്കുക എന്ന് പറയുന്നത് ദാറ്റ്സ് എ ബിഗ് ചേഞ്ച് ഇൻ ദെയർ ലൈഫ്. അതൊരു വലിയ അവരെ കംഫർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ കംഫർട്ടായിരിക്കും അവർക്കത്. അതോടൊപ്പം തന്നെ അറ്റ് ദ സെയിം ടൈം പിന്നെ ഈ മിസ്കാരേജസ് ഉണ്ടാകും. അതൊരു വെരി ഡിഫിക്കൽട്ട് ടൈം, മിസ്കാരേജസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ നമ്മൾ അവരെ റിട്ടേൺ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ പാടാണ്. റിവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടാണ്. അത് നമ്മൾ മണിക്കൂറുകളിൽ മേ ബി ഫ്രം മോർണിംഗ് ടു ഈവനിങ് നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അത്രമാത്രം അപ്സെറ്റായി ഡെസ്പിലോട്ട് പോകുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഭയങ്കരമായിട്ട് കരയുകയും, ചിലർ ഇതായി പോകും, ഔട്ട് ഓഫ് കൺട്രോളായി പോകും, ചിലർ അങ്ങ് ഇതായിട്ട് പോകും. അപ്പോൾ ആ സാഹചര്യം എല്ലാം നമ്മൾ മനസ്സിലാക്കി ഡീൽ ചെയ്ത് അവരുടെ അടുത്തിട്ട് അതൊരു വലിയ എഫക്റ്റാണ് അവരുടെ ലൈഫിൽ. നിങ്ങളുടെ മക്കളെ കുറിച്ച് ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം തന്നു. മോൻ കുടുംബമായിട്ട് ദുബൈയിലുണ്ട്, കുടുംബമായിട്ട് അവനൊരു മോനുണ്ട്. രണ്ടാമത്തെ മോള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അവിടെ ജനിച്ചു വളർന്നതാണ്. 12 വരെ 10 വരെയും 12 വരെയൊക്കെ അവിടെ പഠിച്ചു. ഇന്ത്യ വന്ന് പഠിച്ചു. അവരുടെ 3 പേരുടെയും പ്രൊഫഷൻ ബാംഗ്ലൂരിലായിരുന്നു. 2 എഞ്ചിനീയറിങ് കഴിഞ്ഞു, ഒരാൾ
മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഡിഗ്രി കഴിഞ്ഞിട്ട് അവന് ഇവൻറ്റ് മാനേജ്മെൻറ്റ് എടുത്തിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റിലോണ്ട് ബന്ധത്തിൽ അവന് ദുബൈ ജോലി ചെയ്യുന്നു. ഈ മോന് സുവിശേഷ വേലയിൽ വല്ല താല്പര്യമുണ്ടോ? വലിയ താല്പര്യമില്ല. ഇല്ല. ഇല്ല നല്ല calling ഒന്നും. ഇല്ല 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 ഇല്ല. എന്നാൽ മറ്റു പെൺകുട്ടികൾ എല്ലാം ദൈവത്തിന് നല്ല ദൈവസന്നിധിയിൽ കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് താല്പര്യം നിൽക്കുന്നവരാ അവർ. ഒരു പൗണ്ട് ബാംഗ്ലൂരിലുണ്ട് അച്ഛൻ്റെ ബ്രദർ അവിടെ. അവരോട് ചോദിച്ചാൽ മതി, അറിയാം. ഓക്കെ, എനിവേ നിങ്ങളുടെ എക്സ്പീരിയൻസും അനുഭവങ്ങളും കർത്താവ് നിങ്ങളെ നടത്തിയ വിധങ്ങളും ഒക്കെ കേൾക്കാൻ സാധിച്ചത് സന്തോഷമുണ്ട്. ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അല്ലെങ്കിൽ തുടർന്നും കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. എത്ര കാലം ഉണ്ടാവും അറിയത്തില്ല. എനിക്കിതുവരെ ഇങ്ങോട്ട് പോരാനായിട്ടൊരു നിയോഗം കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് പ്രീസ്റ്റ് വിസ എൻ്റെ എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഇച്ചിരി ഞാനിങ്ങ് പോരാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല. അവിടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആകുന്നുണ്ട്. ഏകദേശം ഇവിടുത്തെ ഒരു 7 ലക്ഷം രൂപയോളം ആകും ഞങ്ങൾക്ക് 2 പേർക്കും ഒരു വർഷത്തേക്ക്. അത്രയും നമ്മൾ അത് ചർച്ച കൊടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു സെക്കൻഡ് ലൈൻ ലീഡേഴ്സിനെ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ നവംബർ 1-ാം തീയതി തന്നെ ഞങ്ങൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇവാഞ്ചലിസ്റ്റിനെ പാസ്റ്ററാക്കി. പിന്നെ 3 പേരെ കൂടെ ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. UA റീജിയൻ വന്നിട്ട് അവരെ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് ഞാൻ കുറേ നാൾ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് ഇത്രയും എമൗണ്ട് അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് അത് ഇന്ത്യയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അയച്ചിരുന്നു എന്നാൽ എൻ്റെ ആ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിഞ്ഞ് വരണമെന്നുണ്ട്. പക്ഷേ എനിക്കിതുവരെ നിയോഗം കിട്ടിയിട്ടില്ല. ചില കടന്നു വരുന്ന ദേവദാസന്മാരെല്ലാം പറയുന്നു കുറേ നാളിവിടെ നിൽക്കും എന്ന് പറയുന്നു. പക്ഷേ ദൈവം എത്ര നാൾ നിൽക്കുന്നു അത്രയും നാൾ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ശുശ്രൂഷ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമായിട്ട് ഉത്തരേന്ത്യയിൽ നിങ്ങൾ 60-ലധികം മിനിസ്റ്റേഴ്സിനെ സഹായിക്കുന്നു. 64 പേരോട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കേട്ടത് തന്നെ വലിയ കാര്യം. കാരണം പല സ്റ്റേറ്റുകൾ അങ്ങനെയൊക്കെ സഹായിക്കാൻ നിങ്ങളെ ബലപ്പെടുത്തിയല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എല്ലാ പ്രേക്ഷകരോടും ഈ കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.